ഹായ് ഓൾ, നമ്മളിന്ന് തെർമോഡൈനാമിക്സിലെ മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ PSC എക്സാമിലും അതുപോലെ നീറ്റ് എക്സാമിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇത് HSAന്റെ ചോദ്യമാണ്, ഈ വർഷം നടന്ന HSAന്റെ ചോദ്യം. നോക്കൂ, ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ ഉണ്ടാകുന്ന എൻട്രോപ്പി വ്യതിയാനം അല്ലെങ്കിൽ എൻട്രോപ്പി ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ് ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ച് എന്താണ്? എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുക, അതോ കുറയാണോ, അതോ എൻട്രോപ്പിക്ക് ചേഞ്ച് ഇല്ലേ? ഇതൊന്നുമല്ല. ഏതാണ് വരിക? യെസ്, നമുക്കറിയാം, ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ച് എന്താണ്? എൻട്രോപ്പിക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നും വരുന്നില്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്കുക. എന്താണ് ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിൽ എൻട്രോപ്പി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഡെൽറ്റ എസ് 0 എന്ന് പറയാൻ പറ്റും. എൻട്രോപ്പി ചേഞ്ച് ഇല്ല. അടുത്തത് നോക്കാം. ഇത് നോക്കൂ, ഇത് ആ വർഷം ചോദിച്ചതാണ്. താപനിലയിൽ വ്യത്യാസം വരുത്താതെ ഒരു മോൾ ആദർശവാതകത്തിന്റെ, അതായത് ഐഡിയൽ ഗ്യാസിന്റെ വ്യാപ്തത്തെ ഒരു ലിറ്ററിൽ നിന്നും 10 ലിറ്ററായി വികസിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആന്തരിക ഊർജത്തിന്റെ അളവ് അല്ലെങ്കിൽ ഇന്റേണൽ എനർജി ചോദിച്ചിട്ടുള്ളത്. പറയൂ. ഇത് നമ്മൾ നോക്കുമ്പോൾ വലിയൊരു ചോദ്യമാണ്, പക്ഷെ വളരെ കൺസെപ്റ്റ് അറിയുന്നതിനെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഇതിന്റെ ആൻസർ എന്താണ് വരിക? ശരിക്കും വായിച്ചു നോക്കൂ. ഇവിടെ എന്താ താപനിലയിൽ വ്യത്യാസം വരുത്താതെ എന്ന് പറഞ്ഞത്? അതായത് എന്ത് പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഐസോതെർമൽ അല്ലേ? ഐസോതെർമലിൽ ടെമ്പറേച്ചർ എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? അത് നമുക്കറിയുന്ന കാര്യമാണ്. ഐസോതെർമൽ പ്രോസസ്സിൽ ഇന്റേണൽ എനർജി എന്താണ് വരിക? നമുക്കറിയാം, ഇന്റേണൽ എനർജി എന്തിന്റെ ഫംഗ്ഷൻ ആണ്? ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പം ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ആ ഇന്റേണൽ എനർജിക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. അതായത് അവിടെ ഡെൽറ്റ യു എന്താണ് വരിക? ഡെൽറ്റ യു 0 ആണ്. മനസ്സിലായോ? അപ്പൊ ചോദ്യം വലുതാണെങ്കിലും കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അതായത് താപനിലയിൽ വ്യത്യാസം വരുത്താതെ എന്ന് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഐസോതെർമൽ പ്രോസസ് ആണ് എങ്കിൽ ഇന്റേണൽ എനർജി എന്താണ്? 0 ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കൂ, ഒരു സിസ്റ്റത്തിന്റെ അവസ്ഥ നിർണ്ണയിക്കുന്ന ഘട്ട നിയമം അല്ലെങ്കിൽ ഫേസ് നിയമം ഡാഷ് ആണ്. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. അതായത് ഗിബ്സിന്റെ ഫേസ് ലോ ഉണ്ട്, അല്ലെങ്കിൽ ഫേസ് റൂൾ. ഗിബ്സ് അത് പറയുന്നത് നോക്കൂ, ഗിബ്സ് ഫേസ് റൂൾ ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചു വെക്കുക. ഇതിനു മുമ്പ് അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്തായാലും നോക്കൂ, എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. ഇതാണ് ഗിബ്സിന്റെ ഫേസ് റൂൾ പറയുന്നത്. ഓക്കെ, എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. ഇതിൽ എഫ് എന്നുള്ളത് നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്, അല്ലെങ്കിൽ വേരിയൻസ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്റൻസീവ് വേരിയബിൾ അറ്റ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലുള്ള എത്ര ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇന്റൻസീവ് വേരിയബിൾസ് ഉണ്ടോ അതിന്റെ എണ്ണാണ് എന്ത്? എഫ് പറയുന്നത്. ഇനി സി എന്നുള്ളത് എന്താ? നമ്പർ ഓഫ് കമ്പോണൻസ് ആണ്. പി എന്നുള്ളത് നമ്പർ ഓഫ് ഫേസസ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ അറിയുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും? ഈ പി ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? മൈനസ് പി എന്നുള്ളത് പ്ലസ് ആവും. അതായത് നോക്കൂ, പി പ്ലസ് എഫ് ഈക്വൽ ടു, അതായത് ഈ മൈനസ് പിനെ ഇങ്ങോട്ട് എടുത്തു, റൈറ്റ് ലെഫ്റ്റിലോട്ട് എടുത്തു. അപ്പോൾ പി പ്ലസ് എഫ് ഈക്വൽ ടു സി പ്ലസ് 2 ഉണ്ടോ? അപ്പൊ ആ ഇക്വേഷൻ എന്താ ഒന്ന് അറേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് പി പ്ലസ് എഫ് ഈക്വൽ ടു സി പ്ലസ് 2. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത് നോക്കാം. ഇത് നോക്കൂ, x2 പ്ലസ് y2 ഗിവ്സ് 2xy. ദെൻ അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, Q കലോറി. മേൽ പറഞ്ഞിരിക്കുന്ന രാസപ്രവർത്തനത്തിൽ ഉൽപ്പന്നമായ XYയുടെ രൂപീകരണ താപം അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് വരിക? ഓപ്ഷൻ എ Q കാലറി, ബി -Q/2, സി -Q, ഡി പറയുന്നത് Q/2 ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്താ? x2 പ്ലസ് y2 ഗിവ്സ് 2xy. ഈ ഒരു റിലേഷനിൽ ഈ ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതുണ്ടാകുന്ന
എൻതാൽപ്പി ചേഞ്ച് ആണ് എത്ര, അല്ലെങ്കിൽ അവിടെ വന്നിട്ടുണ്ട് ക്യൂ കാലോറിയാണ് അവിടുത്തെ ഡെൽറ്റ എച്ച് അല്ലെങ്കിൽ എൻതാൽപ്പി. ഓക്കെ, നമുക്ക് ഇനി ചോദിച്ചിട്ടുള്ള എന്താ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഡെൽറ്റ എച്ച് എഫ് എങ്ങനെ കണ്ടുപിടിക്കാം? പറയൂ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താവാം, അതായത് 1 മോൾ ആയിരിക്കണം അല്ലേ. 1 മോള് പ്രൊഡക്റ്റ് ആണെങ്കിലാണ് എന്ത്, 1 മോൾ പ്രൊഡക്റ്റ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻ എലമെന്റിൽ നിന്ന് ഉണ്ടായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവിടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലേ, ഇവിടെ എന്താ, അവിടെ പ്രൊഡക്റ്റ് 2xy എന്ന് തന്നിട്ടുള്ളത് അല്ലേ, അത് 1 മോൾ ആവണ്ടേ. അപ്പൊ നോക്കൂ, 2 മോൾ ആണെങ്കിൽ ഇവിടെ എത്രയാണ്, ക്യൂ കാലോറി ആണെങ്കിൽ 1 മോൾ ആണല്ലോ എന്ത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വരിക. അങ്ങനെയെങ്കിൽ 2 മോളിന് ക്യൂ കാലോറി വേണമെങ്കിൽ 1 മോളിന് എത്ര വരും, 1 മോളിന് അതിന്റെ പകുതി, അതായത് Q/2 കാലോറി ആണ് അവിടെ ആവശ്യമുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആൻസർ വരെ ഏതാണ്, Q/2 കാലോറി ആണ്. നമ്മളിപ്പോ ഇതിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, നമുക്ക് പ്രൊഡക്റ്റ് എന്തായാലും XY ആണ് കിട്ടേണ്ടത് അല്ലേ. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് x2ന്റെ ഒക്കെ പകുതി എടുക്കണം, ഹാഫ് x2 പ്ലസ് ഹാഫ് y2. പിന്നെ നമുക്കറിയാം ഇവിടെ എന്താ, x2 y2 ഗ്യാഷ്യസ് ഫോമിൽ തന്നെ ആവണം, പക്ഷെ ഇവിടെ എന്താ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഹാഫ് x2 പ്ലസ് ഹാഫ് y2 ഗീവ്സ് xy. അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോൾ അവിടെ എന്താണ് വരിക, Q/2 കാലോറി ആണ് വരിക, അതായത് അവിടുത്തെ ഡെൽറ്റ എച്ച് എഫിന്റെ വാല്യൂ. മനസ്സിലായല്ലോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത നോക്കൂ, സെന്റിഗ്രേഡ് സ്കെയിലിൽ 50 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ അളവ്. അതെങ്ങനെ എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് 50 ആവാം, അല്ലെങ്കിൽ എത്ര ഏത് ടെമ്പറേച്ചർ വന്നാലും ആ കൺവേർഷൻ അറിഞ്ഞു വെക്കുക. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്കറിയാം ഇതിന്റെ കൺവേർഷൻ, അതായത് ഫാരൻഹീറ്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സെൽഷ്യസ് ഇൻറ്റു 9/5 ചെയ്യുക, അതിനെ 32 കൊണ്ട് ആഡ് ചെയ്യുക. ഓക്കെ, അതായത് C ഇൻറ്റു 9/5 പ്ലസ് 32 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എന്ത്, ഫാരൻഹീറ്റിലെ അവിടുത്തെ ടെമ്പറേച്ചർ കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ 9/5നെ നമുക്കിപ്പോ 1.8 ചെയ്താലോ, അല്ലെങ്കിൽ 1.8 ഇൻറ്റു C പ്ലസ് 32. ഓക്കെ, ഇങ്ങനെ ചെയ്താലും കിട്ടും. അത് നമുക്ക് അതിന് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ എന്ത് വരും നോക്കൂ, ഇവിടെ 50 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ എത്ര വരുന്നത്. അതായത് 50 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 50 ഇൻറ്റു 9/5 പ്ലസ് 32. അപ്പൊ ഇവിടെ 50ഉം 5ഉം വെട്ടിക്കളയാലോ, അപ്പൊ 10 വരും. സോ 9 ഇൻറ്റു 10 90. 90 പ്ലസ് 32 122 ഫാരഡ് ആണ്, എന്ത് ഡിഗ്രി ഫാരഡ് ആണ് 50 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ആൻസർ ചെയ്യാം, 120 ഡിഗ്രി ഫാരഡ് ആണ് 50 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കാണ് ഇപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് അത് എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ചോദിച്ചാല് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതേപോലെ ചെയ്താൽ മതി. അതെന്താ, 100 ഇൻറ്റു 9/5 പ്ലസ് 32 അല്ലേ. അത് ചെയ്യുമ്പോൾ 5നെയും 100നെയും വെട്ടിയാൽ 20, 9 ഇൻറ്റു 2 18, 180, 32 212 ആണ്. 12 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാം വെള്ളം തിളക്കുന്ന അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചാൽ ഫാരൻഹീറ്റിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക, എന്താണ്, C ഇൻറ്റു 9/5 പ്ലസ് 32 അല്ലെങ്കിൽ 1.8 C പ്ലസ് 32. സിമ്പിൾ ആണ്. അടുത്ത ചെയ്യല്ലേ. അടുത്ത നോക്കൂ, 127 ഡിഗ്രി സെൽഷ്യസിനും 27 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി എത്ര ശതമാനമാണ്? അപ്പൊ എഫിഷ്യൻസി, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. എഫിഷ്യൻസി നമുക്കറിയാം, കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു എന്താണ്, 1 - T2/T1 ആണ് അല്ലേ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ വേറെ ഇക്വേഷൻ എന്താ, 1 - Q2/Q1 എന്ന് പറഞ്ഞാൽ ക്യൂവിന്റെ ടേമിൽ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ
നമുക്ക് സെൽഷ്യസിലാണ് തന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ സെൽഷ്യസിലാണെങ്കിൽ അതിനെ ഇതേപോലെ ഡയറക്റ്റ് ടീക്ക് 127 അല്ലെങ്കിൽ 27 ഇട്ടാൽ തെറ്റിപ്പോവും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ കെൽവിനിലേക്ക് മാറ്റണം. അപ്പൊ 127°C കെൽവിനിലേക്ക് മാറ്റുമ്പോൾ അപ്പൊ എത്ര വരും? 127°C കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 273 കൂട്ടണമല്ലോ. അപ്പം എത്ര വരിക? 300 അല്ലേ? 300 അല്ലേ? 400 ആണല്ലേ? ഓക്കെ, 400 കെൽവിൻ ആണ് 127°C. ഇനി 27°C ആണെങ്കിൽ അതിന്റെ കൂടെ 273 കൂട്ടുമ്പോൾ 300 കെൽവിൻ ആണ്. അപ്പൊ ഇവിടെ 400 കെൽവിൻ ആണ് ഏത്? നമ്മുടെ T1. ഓക്കെ, പിന്നെ 300 കെൽവിൻ ആണ് T2. മനസ്സിലായോ? അപ്പോ ഇതിനി എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എത്ര വരും നോക്കൂ? എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 1 മൈനസ് 300/400. ഓക്കെ, എനിക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ വെട്ടിക്കളയാം. അതായത് 2 0 വെട്ടി കളഞ്ഞാൽ 1 മൈനസ് 3/4 ആണ്. എത്ര? 1 മൈനസ് 3/4 എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ? 0.25 അല്ലേ? 0.25 അല്ലെങ്കിൽ ഇതിനെ പെർസെന്റേജിൽ പറയണമെങ്കിൽ എത്രയാണ്? 25% ആണ് ഈ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി. അപ്പോൾ 127°C 27°C ഇടയിൽ പ്രവർത്തിക്കുന്ന കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി 25% ആണ്. കിട്ടിയത് മനസ്സിലായല്ലോ? 1 മൈനസ് T2/T1. അപ്പൊ ഇതില് ഇനി ഡൗട്ട് അടിക്കണ്ട. ഇതില് T1ഉം T2ഉം എങ്ങനെ എടുക്കാന്നുള്ളത് ഒന്നുമില്ല. അതിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഡിനോമിനേറ്റർ വരുന്ന വലിയ വാല്യൂ എടുത്താൽ മതി. ഓക്കെ, അടുത്ത് നോക്കാം. ഇതും HSN 2018 ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഏത് പ്രവർത്തനത്തിലാണ് എൻട്രോപ്പി കൂടുന്നത്? അപ്പൊ എൻട്രോപ്പി കൂടുക മീൻസ് എൻട്രോപ്പി നമുക്കറിയാം എപ്പോഴാണ് എൻട്രോപ്പി കൂടുക? അവിടെ ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ് ഉണ്ടാകുന്ന സമയത്താണ് അവിടെ എൻട്രോപ്പി കൂടുക അല്ലേ? അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ കേസ് നോക്കൂ. റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുക? എൻട്രോപ്പി കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? പറയൂ. റബ്ബർ ബാൻഡ് വലിച്ചു നീട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അവിടെ പറയൂ. എൻട്രോപ്പി കുറയാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ എൻട്രോപ്പി കുറയാണ് ചെയ്യുക. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കൂ. ബി, മുട്ട പുഴുങ്ങുമ്പോൾ അല്ലെങ്കിൽ ബോയിലിംഗ് ഓഫ് എഗ്. പറയൂ. നമ്മൾ മുട്ട പുഴുങ്ങുമ്പം അവിടെ എന്താ സംഭവിക്കുക? എൻട്രോപ്പി കൂടുകയാണോ കുറയാണോ? നമ്മൾ വിചാരിക്കുക എന്താ? ആ മുട്ടന്റെ ഉള്ളിൽ ലിക്വിഡ് ആണ്. അപ്പൊ ആ ലിക്വിഡ് ഫോമിലുള്ളത് സോളിഡിഫൈ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ്? റാൻഡംനെസ് കുറഞ്ഞു അല്ലെങ്കിൽ ഓർഡറായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ എൻട്രോപ്പി കുറയാണ് വേണ്ടത്, നമ്മൾ ആ ലോജിക്ക് ചിന്തിക്കുമ്പോൾ. പക്ഷെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക, നല്ല സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. മുട്ട പുഴുങ്ങുമ്പോൾ സംഭവിക്കുന്നത് എൻട്രോപ്പി അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ ചോദിച്ചാല് നമുക്കറിയാം, മുട്ടനുള്ളിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിൽ കാണുമ്പോൾ അതിൽ എന്താണ് ഒരുപാട് പ്രോട്ടീൻസ് ഇല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൽബുമിൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടീൻസ് ഇതിലെന്താ ഏത് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക? പ്രോട്ടീൻസ് ഈ ഇതിലെ ലിക്വിഡിൽ എന്താണ് ഡിസോൾവ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന്റെ സ്ട്രക്ചർ പറഞ്ഞാൽ ഹൈലി ഓർഡേർഡ് 3D സ്ട്രക്ചർ ആണ് വരിക, അല്ലെങ്കിൽ ഒരു ഫോൾഡഡ് കോയിലായിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ഇതിലെ പ്രോട്ടീൻസ് ഈ നമ്മുടെ റോ എഗ്ഗില് നമുക്കറിയാമെങ്കിൽ നോർമൽ എഗ്ഗിന്റെ കേസാണ് പറയുന്നത്. നോർമൽ എഗ്ഗിന്റെ കേസിൽ അതിലെ പ്രോട്ടീൻസ് എന്താണ്? അത് ഡിസോൾവ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അത് ഹൈലി ഓർഡേർഡ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ്? എൻട്രോപ്പി കുറയാണ് അല്ലെങ്കിൽ കുറവാണ് എന്ത് റോ എഗ്ഗിനെ സംബന്ധിച്ച്. ഇനി ബോയിൽഡ് എഗ് ആണെങ്കിലോ? ബോയിൽഡ് എഗ് ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഇതിലെ പ്രോട്ടീൻസ് ഹൈലി ഓർഡേർഡ് ആയിരുന്ന ആ പ്രോട്ടീൻസ് എന്ത് ചെയ്യും? അതിന്റെ കംപ്ലീറ്റ് അതിന്റെ ആ ഓർഡർ മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോകും. അതായത് നേരത്തെ ഫോൾഡ് ആയിട്ട് ഉണ്ടായിരുന്ന പ്രോട്ടീൻ സ്ട്രക്ചർ എന്തായി മാറി? അത് അൺഫോൾഡ് ആയി മാറി, അല്ലെങ്കിൽ ഡീനാച്ചർ സംഭവിച്ചു. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ സ്ട്രക്ചർ എന്തായി? അത് കൊളാപ്സ് ചെയ്തുകൊണ്ട് തന്നെ റാൻഡം അറേഞ്ച്മെന്റ് വരും. സോ എന്താണ് സംഭവിക്കുക? ഇവിടെ എൻട്രോപ്പി കൂടുകയാണ്. ഓക്കെ, അപ്പൊ ബോയിൽഡ് എഗിന്റെ കേസിലാണ് എൻട്രോപ്പി കൂടുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആ ഓപ്ഷനിൽ ഇവിടെ എൻട്രോപ്പി കൂടാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ ചോദിച്ച എൻട്രോപ്പി കൂടുന്ന ഏത് സമയത്താണ്? മുട്ട പുഴുങ്ങുമ്പോഴാണ്. അപ്പൊ ബാക്കി കേസ് സിയും ഡിയും നോക്കാം. ജലം ഐസ് ആകുമ്പോൾ ഇവിടെ എന്താണ്? H2O ലിക്വിഡ്
ഐസായി മാറില്ല, അതായത് H2O സോളിഡ് ആയിട്ട് മാറുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ലിക്വിഡും സോളിഡും കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് റാൻഡംനെസ് അല്ലെങ്കിൽ എൻട്രോപ്പി ഇവിടെ കുറയാണ് ചെയ്യുന്നത് അല്ലേ. ഇനി ഇവിടെ നോക്കൂ, ഡി നോക്കൂ, നീരാവി ജലം ആകുമ്പോൾ, അതായത് നീരാവി പറയുമ്പം H2O ഗ്യാസ് ആണ്, അത് ലിക്വിഡ് ആയിട്ട് മാറാണ്. അപ്പൊ H2O ഗ്യാസ് എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് ഇവിടെ എൻട്രോപ്പി കൂടുതലാണ്. H2O ലിക്വിഡ് ആയി മാറുമ്പോൾ എൻട്രോപ്പി ഇത് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻട്രോപ്പി ഇവിടെ കുറയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ എന്താ, ഈ കേസിലും എൻട്രോപ്പി നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ കുറയാണ്. ജലം ഐസാണ് സമയത്തും എൻട്രോപ്പി കുറയുന്നു. റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ചു നീട്ടുന്ന സമയത്തും എൻട്രോപ്പി കുറയാണ് ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പൊ ആൻസർ ഇവിടെ വരുന്നത് മുട്ട പുഴുങ്ങുമ്പോഴാണ്. അടുത്ത് നോക്കൂ, ഇത് 2016 HSCന്റെ ചോദ്യമാണ്. ഹീറ്റ് എഞ്ചിൻ ഡാഷ് ഊർജത്തെ ഡാഷ് ഊർജമാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നു. ഹീറ്റ് എഞ്ചിന്റെ ആ പ്രവർത്തനമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ? താപോർജം വൈദ്യോർജമാക്കി മാറ്റുന്നു, അതാണോ? അതേതാ? താപോർജം വൈദ്യോർജമാക്കി മാറ്റുന്നു, അതല്ലല്ലോ. അല്ല, ഹീറ്റ് എഞ്ചിൻ നമുക്കറിയാം എന്താ, ഹീറ്റ് എനർജി എന്തായിട്ട് മാറ്റാണ്, മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റാണ്. അതായത് താപോർജം യാന്ത്രികോർജമാക്കി മാറ്റുന്നതാണ് ഹീറ്റ് എഞ്ചിൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത നോക്കൂ, ഒരു ഐസോകോറിക് പ്രോസസ്സറിൽ ഡാഷ് സ്ഥിരമായിരിക്കും. ഐസോകോറിക്കിനെ സംബന്ധിച്ച് പറയൂ. അവിടെ വോളിയല്ല, ഐസോകോറിക് ആണെങ്കിൽ അവിടെ വോളിയാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ. ഇനി എൻട്രോപ്പി കോൺസ്റ്റന്റ് എന്ന കേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതാണ് അഡിയബാറ്റിക് പ്രോസസ്. ഓക്കെ. ഇനി അടുത്ത് നോക്കൂ, ടെമ്പറേച്ചർ ആണെങ്കിലോ, ടെമ്പറേച്ചർ ഐസോതെർമൽ, മർദ്ദമാണ് അല്ലെങ്കിൽ പ്രഷർ ആണ് കോൺസ്റ്റന്റ് എങ്കിൽ അവിടെ എന്താണ് വരിക? പറയൂ. മർദ്ദാണെങ്കിൽ ഐസോ ബാറിക്. ഓക്കെ. അപ്പൊ ഐസോബാറിൽ മർദ്ദാണ്, പ്രഷറാണ് കോൺസ്റ്റന്റ്. ഐസോ കോറിക്കിലാണെങ്കിൽ വോളിയാണ് കോൺസ്റ്റന്റ്. ഐസോതെർമൽ ആണെങ്കിൽ അവിടെ ഊഷ്മാവാണ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. പിന്നെ അഡിയബാറ്റിക്കിൽ നിങ്ങൾക്ക് ഹീറ്റ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ. അടുത്ത് നോക്കൂ, ഒരു സംയുക്തത്തിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എപ്പോഴും. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലെങ്കിൽ ഡെൽറ്റ HF അത് എല്ലാ സമയത്തും പോസിറ്റീവ് ആണ് നിർബന്ധമുണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ. അതായത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമുക്ക് വേണമെങ്കിൽ എന്താവാം, നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആവാം. ഓക്കെ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അതായത് അത് എക്സോതെർമിക് ആവാം, എൻഡോതെർമിക്കും ആവാം, അതനുസരിച്ചാണ് ഇതിന്റെ വാല്യൂ മാറുന്നത്. ഓക്കെ. അപ്പോ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എല്ലായ്പ്പോഴും പോസിറ്റീവോ നെഗറ്റീവോ ആവാന്ന് പ്രത്യേകം ഓർത്ത് വെക്കുക. അടുത്ത് നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനാണ് ഏറ്റവും ഉയർന്ന എൻട്രോപ്പി? നോക്കാം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള നോക്കൂ, H2O തന്നിട്ടുണ്ട്, ഗ്രാഫൈറ്റ്, ദെൻ HG നമ്മുടെ മെർക്കുറി തന്നിട്ടുണ്ട്, H2. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ഗ്യാഷ്യസ് ഫോമിൽ കാണുന്ന ഏതാണ്? തന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ H2O ഇതിപ്പോ ഏതാണ് തന്നിട്ടില്ല, നമുക്കപ്പോ അത് വാട്ടർ ആയിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ H2 എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് അല്ലേ. അപ്പൊ ഹൈഡ്രജൻ ഇതെന്താണ്? ഇത് ഗേഷ്യസ് ഫോമിലാണ്. ബാക്കി ഇതിപ്പോ ലിക്വിഡ് ആണ്. അതുപോലെ ഇപ്പൊ നമുക്ക് മെർക്കുറി എന്താണ്? ലിക്വിഡ് ഫോമിലാണ് പൊതുവെ കാണപ്പെടുന്നത്. ഗ്രാഫൈറ്റ് എന്താ? സോളിഡ് ഫോമിലാണ്. അപ്പൊ ഇതില് നോക്കൂ, ഇതില് എൻട്രോപ്പി ഏതിലാണ് കൂടുതൽ വരിക? നമുക്കറിയാം ഗ്യാസിലാണ് എസ് കൂടുതൽ അല്ലേ. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി അതാണ് വരുന്നത്. ഓക്കെ. അടുത്ത് നോക്കൂ,
ഇത് ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്, എന്നാലും നോക്കാം. ചേഞ്ച് ഇൻ എൻട്രോപ്പി വെൻ 0.2 kilogram water falls in temperature from 360 Kelvin to 340 Kelvin is. നമ്മുടെ ചേഞ്ച് ഇൻ എൻട്രോപ്പി ഡെൽറ്റ എസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏത് സമയത്ത്? ഇവിടെ 0.2 kilogram വാട്ടർ 360 കെൽവിനിൽ നിന്ന് 340 കെൽവിനിലേക്ക് മാറുന്ന സമയത്തുള്ള എൻട്രോപ്പി ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന് ആൻസറിലില്ല, ഈ ചോദ്യത്തിൽ ഇതിന് ആൻസർ ഈ ഓപ്ഷനിൽ ഇല്ല. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഇതേപോലെ ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യുന്നുള്ളത് പറയൂ. എങ്ങനെ ചെയ്യാം? നമുക്കറിയാം എൻട്രോപ്പി ഡെൽറ്റ എസിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ എസ് ഈക്വൽ ടു എം സി ലോഗ് T2/T1. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ ആണ് ഇതിൽ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ടെമ്പറേച്ചർ മാസം വരുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത് ഡെൽറ്റ എസ് ഈക്വൽ ടു എം സി ലോഗ് T2/T1. അപ്പൊ ഇവിടെ എം എത്രയാണ്? എം 0.2 കിലോഗ്രാം ആണ്. ഇതിൽ സി എന്താ? സി എന്നുള്ളത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ ആണ്, അല്ലേ? അപ്പൊ ഇവിടെ സിന്റെ വാല്യൂ എത്രയാണ് വരിക? വാട്ടറിനെ സംബന്ധിച്ച് സി എത്രയാ? 4186 ജൂൾ പെർ കിലോഗ്രാം ആണ് ഏത് വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ 4200 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും നോക്കാം. നമുക്ക് ഏതായാലും ഈ വാല്യൂ വെച്ച് ചെയ്ത് നോക്കാം. പിന്നെ T2 തന്നിട്ടുണ്ട്. എത്രയാ? T2 340 T1 360 തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏതായാലും എന്ത് വരും നോക്കൂ, നോക്കാം. അപ്പൊ ചെയ്യുമ്പം ഡെൽറ്റ എസ് ഈക്വൽ ടു 0.2 ഇൻറ്റു 4186 ഇൻറ്റു ലോഗ് T2 എത്രയാണ്? T2 340 ആണല്ലോ, അതാണല്ലോ ഫൈനല്. അപ്പൊ 340 ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ എത്രയായിരുന്നു? 360 കെൽവിൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ലോഗിന്റെ ഉള്ളിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് വരിക. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ -0.057 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അത് ഇൻറ്റു ഇനി 0.2 ഇൻറ്റു 4186 ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. 837.2 എന്നാണ് വരിക. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഇതിനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് ആൻസർ വരുന്നത് എത്രയാ? ആൻസർ വരുന്നത് ഡെൽറ്റ എസ് ഈക്വൽ ടു -47.86 ജൂൾ പെർ കെൽവിൻ ആണ്. ഇതാണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ. പക്ഷെ ഇവിടെ എന്ത്, നമുക്ക് ഈ ഒരു ഓപ്ഷനിലും നമുക്ക് ആൻസർ തരാത്തത് കൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ചെയ്യേണ്ടത് നിങ്ങൾ ഇവിടെ ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഡെൽറ്റ എസ് ഈക്വൽ ടു മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി ഇൻറ്റു ലോഗ് T2/T1. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്ത് വെക്കുക. അടുത്ത ചെയ്യാം, നോക്കൂ. ദ മേയേഴ്സ് റിലേഷൻ ഈസ്, ഇതേ ക്ലാസ്സിൽ പറഞ്ഞതാണ്. മേയേഴ്സ് റിലേഷൻ നമ്മൾ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ പറഞ്ഞതാ അല്ലേ? എന്താണ് വരിക? CP മൈനസ് CV എന്തിന് ഈക്വലാണ്? നമ്മുടെ ഗ്യാസ് കോൺസ്റ്റന്റ് ഈക്വലാണ്, ഈക്വൽ ടു R. CP മൈനസ് CV ഈക്വൽ ടു R ആണ് മേയേഴ്സ് റിലേഷൻ. ഓപ്ഷൻ എ ഡയറക്റ്റ് ചോദ്യമാണ്. അടുത്ത നോക്കൂ. An amount of heat Q raises the temperature of 1 gram of material A by 3 degrees Celsius and 1 gram of material B by 4 degrees Celsius. Which material has the greater specific heat capacity? അപ്പൊ തന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒരു Q എന്നുള്ള ഒരു ഹീറ്റ് രണ്ടിനും, രണ്ട് എയും ബി രണ്ട് മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ഓക്കെ, മെറ്റീരിയൽ എ തന്നിട്ടുണ്ട്, മെറ്റീരിയൽ ബി തന്നിട്ടുണ്ട്. ഇതിൽ മെറ്റീരിയൽ എനെ സംബന്ധിച്ച് നമ്മൾ എന്ത് 1 gram ആണ്. ഇപ്പൊ ഇവിടെ മെറ്റീരിയൽ എയും 1 gram ആണ്, മെറ്റീരിയൽ ബിയും 1 gram തന്നെയാണ്. പിന്നെ രണ്ടിലും ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത് എന്ത് തന്നെ സെയിം തന്നെയാണ്. രണ്ടിലും Q എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഈ കേസിൽ ഇവിടെ എന്റെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് 3 ഡിഗ്രി സെൽഷ്യസും അതുപോലെ ഇവിടെ വരുന്നത് 4 ഡിഗ്രി സെൽഷ്യസും ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതില് ഇതിന്റെ ഈ എന്റെയും ബിന്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഇത് സെയിം ആയിട്ടാണ് വരിക. അതായത് CA യും CB യും
കണ്ടുപിടിക്കണം. ഇത് ഈക്വൽ ആയിട്ടാണോ വരിക, അതോ സി എയും സി ബിയും ഇതിൽ എന്താ പറയാ ഏതെങ്കിലും ഒന്ന് ഈക്വൽ ആണോ, സോറി ഗ്രേറ്റർ ആണോ, ഇതിൽ എ വലുതാണോ ബി വലുതാണോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ചോദ്യം. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതിന്റെ ഇക്വേഷൻ നോക്കാം. നമുക്കറിയാം സ്പെസിഫിക് കപ്പാസിറ്റി, ഇതിന്റെ ഇക്വേഷൻ എന്ത് വരാം പറയൂ. സി ഈക്വൽ ടു സി ഈക്വൽ ടു ക്യൂ ബൈ എം ഡെൽറ്റ ടി ആണല്ലോ. അപ്പൊ ഇവിടെ ക്യൂ എന്നുള്ളത് ഇവിടുത്തെ ഹീറ്റ്, ദെൻ എം എന്നുള്ളത് മാസ്, ദെൻ ഡെൽറ്റ ടി എന്നുള്ള അവിടുത്തെ ഹീറ്റ് ചേഞ്ച്. അപ്പൊ ഇവിടെ ഡെൽറ്റ ടി എത്രയാണ്, 3 ഡിഗ്രി. എനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് 3 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ചേഞ്ച് വന്നത്. ബിനെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ 4 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ചേഞ്ച്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ ഓരോന്നും നോക്കാം. അപ്പൊ അതിനു മുമ്പ് ഇവിടെ എന്താ, ക്യൂവും എമ്മും രണ്ട് കേസിലും എന്താ ഒരേ വാല്യൂവിനാണ് കൊടുത്തിട്ടുള്ളത്. മാസ് രണ്ടിലും 1 ഗ്രാം ആണ്, രണ്ടിനും ഒരേ ഹീറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റിലേഷൻ വരുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ക്യൂ സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് വരുന്നത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായത് എന്താ, ഇവിടെ എ 3 ഡിഗ്രി സെൽഷ്യസിനാണ് അവിടെ ചേഞ്ച് വരുന്നത്, ബിനെ സംബന്ധിച്ച് 4 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ ഇത് രണ്ട് ഇൻവേഴ്സ് അല്ലേ, അതുകൊണ്ട് നമുക്ക് പറയാം മെറ്റീരിയൽ എക്കല്ലേ അല്ലെങ്കിൽ സി എ ആണ് എന്ത് വരിക, ആരെക്കാൾ കൂടുതൽ, സി ബിനേക്കാൾ കൂടുതൽ വരിക. കാരണം എന്താ, ഇവിടെ സി എ നോക്കുകയാണെങ്കിൽ അവിടെ എന്താ, അവിടുത്തെ ചേഞ്ച് കുറവാണ് വരുന്നത്. അപ്പം ടെമ്പറേച്ചർ കുറഞ്ഞ ചേഞ്ച് ഡെൽറ്റ ടി കുറഞ്ഞാൽ സി കൂടുകയാണ് ചെയ്യുക, രണ്ടും ഇൻവേഴ്സ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് സി എ ആയിരിക്കും കൂടുതൽ വരിക ആരേക്കാൾ, സി ബിനേക്കാൾ. അപ്പോൾ ആൻസർ വരിക വിച്ച് മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റർ സ്പെസിഫിക് കപ്പാസിറ്റി ചോദിച്ചാൽ അത് ഏതിനാണ്, മെറ്റീരിയൽ എക്കാണ് ഗ്രേറ്റർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതൊക്കെ അല്ലേ. അപ്പൊ വേണ്ട, അപ്പൊ ഇതൊക്കെ ഒരു ആപ്ലിക്കേഷൻ ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ബേസിക് ആ ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ആ റിലേഷൻ നോക്കിയാൽ മതിയാവും. അടുത്ത് നോക്കൂ. 1 mole of an ideal gas undergoes isothermal expansion to double its initial value at 100 degrees Celsius. In terms of the universal gas constant R, the amount of work done on the gas is approximately. നമ്മളോട് amount of work done on the gas ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് മോൾ എത്രയാണ്, 1 mole ആണ്, n 1 mole ആണ് തന്നിട്ടുണ്ട്. അതുപോലെ എന്താണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, ഐസോതെർമൽ പ്രോസസ് ആണ്. പിന്നെ ഇവിടെ എന്താ, വോളിയം ഡബിൾ ചെയ്തിട്ടുണ്ട്. അതായത് V1 V ആയിട്ടും V2 എന്താ വരുന്നത് 2 അല്ല ഡബിൾ ആയിട്ട് മാറിയിട്ടില്ല ചെയ്തത്. ഓക്കെ, V2 2V ആയിട്ട് എടുക്കാം, ഡബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്രയാണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അതിനെ കെൽവിനിലേക്ക് മാറ്റണ്ടേ. അവിടുത്തെ ടെമ്പറേച്ചർ T ഈക്വൽ ടു 373 കെൽവിൻ ആണ് വരുന്നത്. അപ്പൊ ഇനി പിന്നെ 6 തന്നിട്ടുണ്ട്. അത് നമുക്കറിയാം ഐസോതെർമൽ എക്സ്പാൻഷനെ സംബന്ധിച്ച് അവിടെ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് എന്താ വരിക, വർക്ക് ഡൺ W പറയൂ. വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്, അവിടുത്തെ വർക്ക് ഡൺ ഇക്വേഷൻ എന്താ ഐസോതെർമലിന്റെ കേസിൽ നോക്കൂ. W is equal to മൈനസ് nRT log V2 by V1. ഓക്കെ, log V2 by V1. മൈനസ് വരും കേട്ടോ, ഇവിടെ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് മൈനസ്, ഇവിടെ n എത്രയാണ് 1 മോൾ അല്ലേ, അപ്പൊ -1 ഇൻറ്റു 6 തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്രയാണ് 300 ഡിഗ്രി സെൽഷ്യസ് ആണ്, അപ്പൊ 373. അപ്പൊ -6 ഇൻറ്റു 373 ലോഗ് V2 എത്രയാണ്, V2 പറഞ്ഞാൽ നമുക്കറിയാം V1 ഡബിൾ ആണ് വരിക അല്ല, അതായത് 2V by V അല്ലെങ്കിൽ V1 കൊടുക്കുക. എന്തായാലും അത് രണ്ടും ക്യാൻസൽ ആയി പോയി, എന്ത് വരും -R 373 ലോഗ് 2 എന്നാണ് വരിക. ഇവിടെ മൈനസ് വരുന്നുണ്ട്. അപ്പൊ ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരേണ്ടിരുന്ന എന്താണ്, വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ഈക്വൽ ടു W is equal to 373 R log 1/2 എന്ന് വരണം. അങ്ങനെ ഒരു ഓപ്ഷന് ഇതിൽ ഏതിലും ഇല്ല. ഓക്കെ, ഇതിലൊന്നും ഇല്ല. ഇവിടെ log 2R കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതെന്താ, നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, log 1/2 ആണ് വരേണ്ടിരുന്നത്. അതുകൊണ്ട് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്തത്. അപ്പൊ ആൻസർ വരിക 373 R log 1/2 അല്ലെങ്കിൽ -373 R log 2.
അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിരുന്നെങ്കിൽ ആൻസർ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് ഓരോ ഓപ്ഷനിലും നെഗറ്റീവ് വാല്യൂസ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ തരാത്തത് കൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്തതാണ്. എന്തായാലും ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഇക്വേഷൻ ആണ് വെക്കുക. എന്താ ഐസോതെർമലിന്റെ വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? -nRT log V2/V1. ഓക്കെ, ഇവിടെ മൈനസ് വരാൻ കാരണം എന്താ? വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓൺ ദ ഗ്യാസ്. ഓക്കെ, അടുത്ത നോക്കൂ. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ എനർജിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? നമുക്കറിയാം, നമ്മൾ ഓപ്പൺ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം, അതുപോലെ ഐസൊലേറ്റഡ് സിസ്റ്റം. അപ്പൊ ഇവിടെ എന്താണ്? ഐസൊലേറ്റഡ് സിസ്റ്റം ആണ് ചോദിച്ചിട്ടുള്ളത്. ഐസൊലേറ്റഡ് സിസ്റ്റത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം അവിടെ എന്താണ്? അവിടെ എനർജി എന്താണ് വരിക? ടോട്ടൽ എനർജി എന്താണ് വരിക? ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് അല്ലേ? അല്ലേ? യെസ്, അതായത് ഓപ്ഷൻ എ സ്ഥിരമായി നിലകൊള്ളും. ആകെ ഊർജം സ്ഥിരമായി നിലകൊള്ളുന്നതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. നെക്സ്റ്റ്, ഡാഷ് ഈസ് എ മെഷർ ഓഫ് ദ ഹീറ്റ് കണ്ടന്റ് ഓഫ് ദ റിയാക്ടൻസ് കമ്പയർഡ് ടു പ്രൊഡക്ട്സ്. ഇതെന്താ? മെഷർ ഓഫ് ഹീറ്റ് കണ്ടന്റ് പറഞ്ഞാൽ തന്നെ ഇത് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്ത് കൂടെ. ഏതാണ് വരിക? എൻതാൽപ്പി അല്ലേ? That is delta H is a measure of the heat content of the reactants compared to products. മെഷർ ഓഫ് ഹീറ്റ് കണ്ടന്റ് ഇവിടെ ചോദിച്ചത് ഏതാണ്? എൻതാൽപ്പി ആണ്. എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ആണ് ആൻസർ വരുന്നത്. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എനർജി ചേഞ്ച് ആണ്. ഡെൽറ്റ എസ് എൻട്രോപ്പിയിലെ ചേഞ്ച്. ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ഗിബ്സ് ഫ്രീ എനർജിയിലെ ചേഞ്ച്. ഓക്കെ, ഡെൽറ്റ ജി. അടുത്ത നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്? നോക്കൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു എനി പ്രോസസ് ബൈ വിച്ച് എ സിസ്റ്റം അണ്ടർഗോ എ ഫിസിക്കൽ ചേഞ്ച്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫിസിക്കൽ ചേഞ്ച് നടക്കുന്ന സമയത്ത് ഇവിടെ എന്താണ്? ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ഇവിടെ ആപ്ലിക്കബിൾ ആണോ? അല്ലേ? ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഒന്ന് കറക്റ്റ് ആണ്. രണ്ടാമത്തെ നോക്കൂ. ഇറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ആപ്ലിക്കബിൾ ടു എനി പ്രോസസ് ബൈ വിച്ച് എ സിസ്റ്റം അണ്ടർഗോ എ കെമിക്കൽ ചേഞ്ച്. അപ്പൊ കെമിക്കൽ ചേഞ്ച് നടക്കുകയാണെങ്കിൽ, കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ എന്താ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആപ്ലിക്കബിൾ അല്ലേ? ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ അടുത്ത് നോക്കൂ. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് ഇന്റേണൽ എനർജി. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ യു is equal to, നമ്മൾ എന്ത് ഇക്വേഷൻ പഠിച്ച എന്താ? ഡെൽറ്റ യു ഈക്വൽ ടു നമ്മൾ ക്യൂ മൈനസ് ഡബ്ല്യു അല്ലേ? നമ്മൾ ഇക്വേഷൻ പഠിച്ചിരുന്നു. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ? ഇന്റേണൽ എനർജിന്റെ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏതാണ്? ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് അല്ലേ? ഇനി അതേസമയം നിങ്ങളോട് ടെമ്പറേച്ചറിന്റെ കൺസെപ്റ്റ് വരുന്ന ഏതിലാണ്? അത് 0th ലോയിലാണ്. അപ്പൊ ഇവിടെ എന്തായാലും ഈ മൂന്നാം സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇത് വരുന്ന 1, 2, 3 കറക്റ്റ് വരുന്ന ഏത് ഓപ്ഷനേ ഉള്ളൂ? ഓപ്ഷൻ എ മാത്രമേ അതുള്ളൂ. നമുക്ക് എന്തായാലും നാലാമത്തെ കൂടെ നോക്കാം. നാലാമത്തെ എന്താണ്? ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എ മെത്തേഡ് ഫോർ ഡിറ്റർമിനിങ് ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അത് തെറ്റല്ലേ? അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. കാരണം നമ്മള് ഇന്റേണൽ എനർജി ഡെൽറ്റ യുവിനെ ക്യൂവിന്റെയും അതുപോലെ വർക്കിന്റെ ഇക്വേഷൻ ആയിട്ട് എന്ത് നമ്മൾ മാറ്റുന്നുണ്ട്? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ നമ്മൾ എഴുതുന്നതാണ് അല്ലേ? അപ്പൊ അത് തെറ്റാണ്. അത് തന്നിരിക്കുന്നതിൽ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ. സ്റ്റേറ്റ്മെന്റ് 1, 2 and 3 ആർ കറക്റ്റ്. അടുത്ത നോക്കൂ. എ കാർനോട്ട്സ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ 127 degrees Celsius and 27 degrees Celsius absorbs 60 calorie of heat. How much heat is rejected? അത് നമ്മുടെ ഇവിടെ എഫിഷ്യൻസി എന്നല്ല ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അതായത് T1ഉം T2 തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ്? 60 കലോറി ഹീറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനെ പറയുകയാണെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എന്താ? നമുക്കറിയാം അത് സോഴ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു അല്ലേ? അപ്പൊ സിങ്കിന്റെ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ ഹൗ മച്ച് ഹീറ്റ് റിജക്റ്റഡ്, എത്രമാത്രം ഹീറ്റ് ആണ് റിജക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? പറയൂ. അത് നമ്മൾ ഇവിടെ കാർഡിന്റെ ഒരു റിലേഷൻ പഠിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് എഫിഷ്യൻസി കണ്ടിട്ട്, അതായത് എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു 1 - T2/T1 വെച്ച് കാണാണ്ട് ആദ്യം എഫിഷ്യൻസി കാണാം. കാരണം എന്താ? നമുക്ക് ക്യൂവിന്റെ ടേംസ് നോക്കുകയാണെങ്കിൽ 1 - Q2/Q1 എന്നുള്ള റിലേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? രണ്ട് എഫിഷ്യൻസിയാണ്. അപ്പോൾ ഇതിൽ നിന്ന്
എഫിഷ്യൻസി ആദ്യം കണ്ടിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിലേറെ എളുപ്പമുള്ളൊരു മെത്തേഡാണ് എങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട് Q2/Q1 ഈക്വൽ ടു T2/T1. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇപ്പം ഇനി എന്താ ചെയ്യാൻ ഇപ്പൊ Q2 Q1 ഒന്ന് മാറിപ്പോണ്ട, നിങ്ങൾ ഇങ്ങനെ നോക്കൂ. Q ലിബറേറ്റഡ്, ഓക്കെ, QL ഡിവൈഡഡ് ബൈ QH. ഓക്കെ, എത്ര അബ്സോർബ് ചെയ്തു അത് ഈക്വൽ ടു എന്താണ് ആ സമയത്തുള്ള T ലിബറേറ്റഡ് ബൈ TH, ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? QL അല്ലേ വേണ്ടത്, അല്ലെ? എത്രമാത്രം ഹീറ്റാണ് റിജക്ട് ചെയ്തത് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ QL പറഞ്ഞാൽ എങ്ങനെ ഇക്വേഷൻ എഴുതാം? QL ഈക്വൽ ടു QH ഇൻറ്റു T TL ബൈ TH. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? QL ഈക്വൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. QL ഈക്വൽ ടു QH എത്രയാണ്? 60 കാലോറി അല്ലേ? 60 കാലോറി. അത് ഇൻറ്റു TL എത്രയാ? TL നിങ്ങൾ 27°C എഴുതാൻ പാടുമോ? ഇല്ല, അതിനെന്താക്കി മാറ്റണം? അതിനെ നമ്മൾ കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്കറിയാം 27 എത്ര കെൽവിനാണ്? അത് 300 കെൽവിനാണ്. അപ്പം TL വാല്യൂ 300 കെൽവിൻ. അതേ ഡിവൈഡ് ബൈ TH എത്രയാണ്? 127°C ആണ്. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 400 കെൽവിനാണ് വരിക. 400 കെൽവിൻ. അത് വെട്ടി കളയുമ്പോൾ 0 വെട്ടി, പിന്നെ 60 ഇൻറ്റു 3/4 ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 60% എത്രയാ? 45 അല്ലേ? സോ 45 കാലോറിയാണ് ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി 45 കലോറിയാണ് റിജക്ട് ചെയ്യുന്നത്. അടുത്ത് നോക്കൂ, ഇത് കഴിഞ്ഞ ഫിംഗർ പ്രിന്റ് സെർച്ചറിനെ ചോദിച്ചതാണ്. In an adiabatic expansion, let U1 and U2 be the internal energies of the initial and final state. Which is the correct expression? ഇവിടെ എന്താണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അഡിയബാറ്റിക് എക്സ്പാൻഷൻ പറയുമ്പോൾ തന്നെ അവിടെ എന്താ Q 0 ആണല്ലോ. നമുക്കറിയാം ഫസ്റ്റ് ലോ പ്രകാരം എന്താ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ Q മൈനസ് W അല്ലേ? സോ ഇവിടെ എന്താ ഇവിടെ Q 0 ആണ്. അഡിയബാറ്റിക് എക്സ്പാൻഷൻ ആയതുകൊണ്ട് തന്നെ Q 0 ആണ്. അപ്പൊ നമുക്ക് ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ മൈനസ് W എന്ന് എഴുതാം. ഇനി ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? U2, അതായത് ഫൈനൽ ഇന്റേണൽ എനർജി മൈനസ് ഇനീഷ്യൽ. U2 മൈനസ് U1 ഈക്വൽ ടു മൈനസ് W ആണ്. അപ്പൊ ഇവിടെ U2 മൈനസ് U1 നെഗറ്റീവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കേസിൽ പറയൂ, ഇവിടെ എന്താണ് വരേണ്ടത്? ഇവിടെ U2 ചെറുതാവല്ല വേണ്ടത്, U2 ലെസ് ദാൻ U1 ആണ് വേണ്ടത്. ഞാൻ തിരിച്ചു പറയുകയാണെങ്കിൽ U1 ഗ്രേറ്റർ ദാൻ U2 വന്നാലേ ഇവിടെ നെഗറ്റീവ് വരുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോ അഡിയബാറ്റിക് എക്സ്പാൻഷന്റെ കേസിൽ ഇവിടെ എന്താ ഇവിടെ തന്നിട്ടുള്ളത് U1 ഗ്രേറ്റർ ദാൻ U2 ആണ് വരിക. ഇന്റേണൽ എനർജി ഓഫ് അല്ലെങ്കിൽ ഇനീഷ്യൽ എനർജി ആണ് ഏത് കൂടുതലായിട്ട് വരിക. സോ U1 ഗ്രേറ്റർ ദാൻ U2 ആണ് ആൻസർ. അടുത്ത നോക്കൂ, ഇത് ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്, നമുക്ക് എന്നാലും ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി വെൻ 341.25 grams of ice at 0°C is converted into water at the same temperature? Latent heat of ice equal to 80 calorie per gram. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എസ് ആണ്. എൻട്രോപ്പി ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം എൻട്രോപ്പി ചേഞ്ച് എന്താ? ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ പറയാം എങ്ങനെ എഴുതാൻ പറ്റും? Q/T എന്ന് എഴുതാലോ. ഓക്കെ, Q/T എന്ന് എഴുതാം. ഡെൽറ്റ എസ് ഈക്വൽ ടു Q/T. ഇനി പറയൂ, ഇവിടെ Q എങ്ങനെ കണ്ടുപിടിക്കാം? അവിടുത്തെ ഹീറ്റ് ഇവിടെ എന്താണ്? ഇവിടെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചെങ്ങാണ്ട് അതും ലേറ്റന്റ് ഹീറ്റും അതുപോലെ മാസ് തമ്മിലുള്ള റിലേഷൻ ഇല്ലേ? നമുക്കറിയാം Q ഇസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? മാസ് ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, അല്ലെങ്കിൽ LF എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പൊ അവിടുന്ന് Q കിട്ടി. പിന്നെ T എത്രയാണ്? ഇവിടെ T തന്നിട്ടുണ്ട് 0°C ആണ്.
അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഡയറക്റ്റ് എന്താ പറയാ, ഇവിടെ നമുക്കറിയാം ഇതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 273 കെൽവിൻ ആണ്. അപ്പൊ ടി കിട്ടി. ക്യൂ നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാനും പറ്റും. നമുക്ക് ആദ്യം ക്യൂ കണ്ടുപിടിച്ച് നോക്കാം. ക്യൂ ഇസ് ഈക്വൽ ടു മാസ് എത്രയാണ്? 341.25 ഗ്രാമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അത്രയും ഗ്രാം അത് ഇൻറ്റു മാസ് അത് ഇൻറ്റു LF ആണ് ഇവിടെ തന്നിട്ടുണ്ട്. LFന്റെ വില ലേറ്റന്റ് ഹീറ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 80 കാലോറി ആണ്. ഇവിടെ നമ്മൾ എന്താ വെച്ചാല് കിലോഗ്രാമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യേണ്ട, കാരണം എന്താ ഇവിടെ തന്നിരിക്കുന്നൊക്കെ ഗ്രാമത്തിന് തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കൺവേർഷൻ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ ഇവിടെ 80 ഇൻറ്റു 341.25 ചെയ്യുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കുക. അപ്പൊ എത്ര കിട്ടുന്നത്? 27,300 കാലറിയാണ് ഇവിടുത്തെ ഹീറ്റിനാണ് ചേരുന്നത്, ക്യൂ വരുന്നത്. അപ്പം നമുക്ക് ഈ ഡെൽറ്റ എസ് കണ്ടുപിടിച്ചൂടെ? ഡെൽറ്റ എസ് ഈക്വൽ ക്യൂ ബൈ ടി ആണല്ലോ. അപ്പം 27,300 ഡിവൈഡ് ബൈ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 223 കെൽവിൻ. അപ്പൊ ഇത് വെട്ടിക്കളയുമ്പോൾ എത്ര വരും? മുകളിൽ ഡെൽറ്റ എസ് 100 ആണ് വരിക. അതിന്റെ യൂണിറ്റ് എങ്ങനെ വരും? 100 കാലോറി പെർ, അടിയിൽ കെൽവിൻ അല്ലേ, അത് 100 കാലോറി പെർ കെൽവിൻ ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു. കാരണം എന്താ? ഇവിടെ നോക്കുക, ഇവിടെ എന്താ നമുക്ക് 100 കാലോറി പെർ കെൽവിൻ തന്നിട്ടില്ല. ഇവിടെ പലരും തെറ്റിദ്ധരിക്കും 100 കാലോറി പെർ ഗ്രാം അല്ല തന്നത്. അതെന്താ? അതാണോ എൻട്രോപ്പിന്റെ യൂണിറ്റ്? അതാണോ? അല്ലല്ലോ, കാലോറി പെർ കെൽവിൻ ആണ് വരേണ്ടത്, അല്ലെങ്കിൽ ജൂൾ പെർ കെൽവിൻ ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ കാലോറി പെർ ഗ്രാം ആണ് തന്നത്. അത് തെറ്റാണ്, അതുകൊണ്ടാണ് ഇത് ഡിലീറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ എന്താണ് വരിക? 100 കാലോറി പെർ കെൽവിൻ ആണ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ എന്തായാലും മെത്തേഡ് അറിഞ്ഞു വെച്ചാൽ മതി. ആ ഇക്വേഷൻ അറിഞ്ഞു വെക്കുക. ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. അതുപോലെ ക്യൂ എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, എം ഇൻറ്റു LF. അടുത്ത് നോക്കൂ, ഇതും ഫിംഗർ പ്രിന്റിലെ ചോദ്യമായിരുന്നു. വാട്ട് ഹാപ്പൻസ് ടു ദ ഗിബ്സ് ഫംഗ്ഷൻ ഇൻ എ ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ച്? ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ചിൽ ഗിബ്സ് ഫംഗ്ഷന് എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, അത് ഡിക്രീസ് ചെയ്യാണോ, ഇൻക്രീസ് ആണോ, ഇൻഫിനിറ്റ് ആണോ, കോൺസ്റ്റന്റ് ആണോ? നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പൊ മെൽറ്റിങ്, ഓക്കെ, മെൽറ്റിങ്, ബോയിലിങ്, ദെൻ സബ്ലിമേഷൻ, ഓക്കെ, ഇതൊക്കെ എന്ത് പ്രോസസ് ആണ്? ഇതൊക്കെ ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ച് ആണ് അല്ലേ. അപ്പൊ ഈ പ്രോസസ് നടക്കുന്ന സമയത്ത് ജീനെ സംബന്ധിച്ച് എന്താ സംഭവിക്കുക? ജി കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം അവിടെ ഡെൽറ്റ ജി എന്താണ്? 0 ആണ്. അവിടെ പ്രത്യേകിച്ച് എന്താൽപി ഇതിലെ ഗിബ്സ് ഫംഗ്ഷനിൽ ചേഞ്ച് വരുന്നില്ല, അല്ലെങ്കിൽ ജി കോൺസ്റ്റന്റ് ആണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ചിന്റെ സംബന്ധിച്ച് ഗിബ്സ് ഫംഗ്ഷന് എന്താണ് വരിക? ഗിബ്സ് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ അത് അൺചേഞ്ച്ഡ് ആണ്. മനസ്സിലായോ? ഇനി നിങ്ങളോട് നേരെ തിരിച്ച് ഇപ്പൊ വോളിയോ എൻട്രോപ്പി ഒക്കെ ചോദിച്ചാൽ ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ചിനെ സംബന്ധിച്ച് എന്താണ് വരിക? അതിന് ചേഞ്ച് ഉണ്ട്. ഓക്കെ, കാരണം നമ്മളിപ്പം നമുക്ക് എന്താ പറയാ, ജീന ടേമില് എസ് ചെയ്താലോ? എസ് ഈക്വൽ ടു മൈനസ് ഡോ ജി ബൈ ഡോ ടി. നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, ഡോ ജി ബൈ ഡോ ടി അറ്റ് പി. അതേപോലെ വി പഠിക്കുന്നുണ്ട്, വി ഈക്വൽ ടു പ്ലസ് ഡോ ജി ബൈ ഡോ പി അറ്റ് ടി. ഈ രണ്ട് ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ചിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്? നമ്മുടെ എൻട്രോപ്പി അതുപോലെ വോളിയം എന്തല്ല, അത് കോൺസ്റ്റന്റ് അല്ല, അതെന്താണ്? അത് വേരിയബിൾ ആണ്. അല്ലെങ്കിൽ വേറെ രീതി പറയുകയാണെങ്കിൽ എസും വിയും എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? അല്ലെങ്കിൽ വേറെ പറയുകയാണെങ്കിൽ ഡെൽറ്റ എസ് നോട്ട് ഈക്വൽ 0 ആണ്, അതുപോലെ ഡെൽറ്റ വി നോട്ട് ഈക്വൽ ടു 0 ആണ്. പക്ഷെ ഫസ്റ്റ് ഓർഡറിനെ സംബന്ധിച്ച് ഡെൽറ്റ ജി 0 ആണ്. അപ്പൊ ഇവിടെ ആൻസർ എന്താണ്? ജിനെ സംബന്ധിച്ച് ജി കോൺസ്റ്റന്റ് ആണ്. അടുത്ത നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇന്റൻസീവ് പ്രോപ്പർട്ടി? നമ്മൾ പഠിക്കുന്നുണ്ട്, ഇന്റൻസീവും എക്സ്റ്റൻസീവും പഠിക്കുന്നുണ്ട്. എന്താണ് ഇന്റൻസീവ്? അവിടെ മാറ്ററിന്റെ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ?
ഇന്റൻസീവ് ആണെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യില്ല. എക്സാമ്പിൾ നമ്മൾ പഠിച്ചാൽ ഏതൊക്കെ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ സ്പെസിഫിക് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? മോളർ വോളിയം, ഡെൻസിറ്റി, ഇതൊക്കെ എന്താ? ഇന്റൻസീവ് ആണ്. നമുക്ക് അതിൽ ഇവിടെ നോക്കാം. ഇവിടെ വിസ്കോസിറ്റി, വോളിയം, മാസ്, ഇന്റേണൽ എനർജി. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇനി ഒന്നും അറിയില്ലെങ്കിൽ അറിയുന്ന വെച്ചാണ് ചെയ്ത് നോക്കുക. മാസ് എന്താണ്? മാസ് എക്സ്റ്റെൻസീവ് അല്ലേ? അല്ലേ? നമ്മൾ മാസ് അതിന്റെ മാറ്റർ അനുസരിച്ച് എന്ത്, ഇപ്പൊ നമ്മൾ മാസിനെ ഇപ്പം ഇവിടെ 10 കിലോഗ്രാമുള്ള സാധനം നമ്മൾ പകുതിയാക്കുകയാണെങ്കിൽ എന്താണ്? 2/5 ആയിട്ടാണ് മാറുക അല്ലേ? അല്ലെങ്കിൽ അതിനെന്താ ക്വാണ്ടിറ്റിനെ അല്ലെങ്കിൽ മാറ്ററിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാസ് എന്താണ്? എക്സ്റ്റെൻസീവ് ആണ്. ഇനി വോളിയം ഇതേപോലെ തന്നെ അല്ലേ? വോളിയം എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. ദെൻ ഇന്റേണൽ എനർജി എന്താ സംഭവിക്കുക? ഇന്റേണൽ എനർജിയും എന്ത് തന്നെയാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇത് 3 എക്സ്റ്റെൻസീവ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് വിസ്കോസിറ്റി എന്താണ് വരിക? അത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? അത് ഇന്റൻസീവ് ആയിട്ട് മാറും. കാരണം നമ്മളിപ്പോ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഡെൻസിറ്റി നമുക്കറിയാം ഇന്റൻസീവ് ആണല്ലോ. കാരണം എന്താ? മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി അല്ലെ? മാസ് എക്സ്റ്റെൻസീവ് ആണ്, വോളിയം എക്സ്റ്റെൻസീവ് ആണ്. അപ്പൊ രണ്ടിനും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? ഡെൻസിറ്റി അത് ഇന്റൻസീവ് ആണ്. അതുപോലെ ഇപ്പൊ നമ്മൾക്കറിയാം ഹീറ്റ് കപ്പാസിറ്റി എന്താ? ഹീറ്റ് കപ്പാസിറ്റി അത് എക്സ്റ്റെൻസീവ് ആണ്. പക്ഷെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? അത് എക്സ്റ്റെൻസീവ് ആണ്. കാരണം എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയുമ്പോൾ നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി ബൈ മാസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് എന്താ കിട്ടുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കിട്ടുന്നത്. അതുപോലെ നമ്മൾക്കറിയാം നമ്പർ ഓഫ് മോൾസ് എന്താണ്? അത് എക്സ്റ്റെൻസീവ് ആണ്. അതേസമയം മോളാർ വോളിയം എന്താണ് വരിക? അത് മോളാർ എന്നുള്ള ടേം വരികയാണെങ്കിലൊക്കെ അതെന്താണ്? അത് ഇന്റൻസീവ് ആണ് അല്ലേ? നമ്മൾ വോളിയം ബൈ എൻ ചെയ്യുന്നതാണല്ലോ മോളാർ വോളിയം. അപ്പൊ മനസ്സിലായില്ലേ? വിസ്കോസിറ്റി എന്താണ്? ഇന്റൻസീവ് ആണ്. അടുത്ത് നോക്കൂ, എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ്, സിമ്പിൾ ചോദ്യം, എൻട്രോപ്പി ഈസ് എ മെഷർ ഓഫ് റാൻഡംനെസ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, it is impossible to transfer heat from a cold body to a hot body without doing external work. This is, നമുക്കിവിടെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി ടു എ ഹോട്ട് ബോഡി വിത്തൗട്ട് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക്. അതായത് നമുക്കിപ്പോ എന്താ, ഒരു കോൾഡ് ബോഡിയിൽ നിന്ന് ഒരു ഹോട്ട് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഹോട്ടിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ? ഇല്ല. നേരെ തിരിച്ച് സംഭവിക്കും. ഹോട്ടിൽ നിന്ന് കോൾഡിലേക്ക് സംഭവിക്കും. പക്ഷെ കോൾഡിൽ നിന്ന് ഹോട്ടിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യണം? ഇവിടെ എക്സ്റ്റേണൽ വർക്ക് ചെയ്യണം. അപ്പൊ ഇത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? പറയൂ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണോ, കെൽവിൻ ആണോ, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണോ, കാർനോട്ട് സ്റ്റേറ്റ്മെന്റ് ആണോ? പറയൂ, ഏതാണ് വരിക? ഏതാണ്? യെസ്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഈ എന്താ പറയാ തെർമോഡൈനാമിക്സിന്റെ എല്ലാ ലോയും പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. 0th ലോയും ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ എന്തായാലും എന്താ ചെയ്യുക, പഠിച്ചു വെക്കുക. തേർഡ് ലോ ഒക്കെ പഠിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് തന്നാലും നിങ്ങൾക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാലോ. അടുത്ത് നോക്കൂ, എ ഗ്യാസ് ഹാസ് മോളാർ ഹീറ്റ് കപ്പാസിറ്റീസ് Cp and Cv. If Cp minus Cv equal to R. നമ്മൾ പഠിച്ചതാണ്. Cp minus Cv എന്താണ്? R ആണ്, പഠിച്ചിട്ടുണ്ട് ഇല്ലേ? മേയേഴ്സ് തിയറം. Then the ratio of slopes of adiabatic PV curve to isothermal PV curve at a point is. നല്ലൊരു സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. അത് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ എന്താ പറയാ, ഏതായാലും ഈ വാല്യൂ പഠിച്ചു വെക്കുക. ഇവിടെ അഡിയബാറ്റിക് സ്ലോപ്പ് ഓഫ് അഡിയബാറ്റിക് പി വി കർവ് ടു ഐസോതെർമൽ പി വി കർവ്, അതെന്താണ് വരിക? അതൊരു കോൺസ്റ്റന്റ് ആണ്. അതാണ് ഗാമയാണ് വരിക. ഓക്കെ, ഗാമ ഈക്വൽ ടു എന്താ? ഗാമ ഈക്വൽ ടു Cp/Cv ആണ് വരിക. ഓക്കെ, ഇത് ഒന്നെങ്കിൽ ഡയറക്റ്റ് പഠിച്ചു വെക്കുക. നമുക്ക് എങ്ങനെ ചെയ്യേണ്ട മെത്തേഡ് പറഞ്ഞുതരാം, നിങ്ങൾ പിന്നെ ചെയ്ത് നോക്കിയാൽ മതി.
നമുക്കറിയാം ഒരു ഗ്രാഫിന്റെ ഇപ്പൊ പി വി ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഐസോതെർമൽ ആണെങ്കിൽ ഇപ്പൊ പി വി ഗ്രാഫ് ആണെങ്കിൽ ഐസോതെർമല് ഒരു കുറച്ച് എന്താ പറയാ കർവ്ഡ് ആയിട്ട് വരും. അതേസമയം നല്ല സ്റ്റീപ്പ് ആയിട്ടാണ് ഏത് വരിക? അഡിയബാറ്റിക്കിന്റെ വരിക. ഓക്കെ, അഡിയബാറ്റിക് ഒന്നുകൂടി സ്റ്റീപ്പ് ആയിട്ടാണ് വരിക. അപ്പൊ എന്തായാലും നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പി വി ഗ്രാഫിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഏത് ഗ്രാഫിന്റെ സ്ലോപ്പ് പറഞ്ഞാൽ എന്താണ് വരിക? അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ പോരെ? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ശരിക്കും സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഐസോതെർമലിന്റെ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? നിങ്ങൾ ഡി പി ബൈ ഡി വി കണ്ടുപിടിക്കുക. ഓക്കെ, അത് ഐസോതെർമലും കണ്ടുപിടിക്കണം, അഡിയബാറ്റിക് കണ്ടുപിടിക്കണം. അത് നമുക്ക് ആദ്യം ഐസോതെർമൽ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഐസോതെർമലിന്റെ കേസിൽ പിയും വിയും വരുന്ന ഇക്വേഷൻ ഉണ്ട്. പി വി എന്താണ്? പി വി കോൺസ്റ്റന്റ് ആണ്. അതുപോലെ അഡിയബാറ്റിക് ആണെങ്കിൽ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് എന്താ? അഡിയബാറ്റിക്കിന്റെ കേസിൽ പി വി റൈസ് ടു ഗാമ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ അറിയുന്നതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഡി പി ഇതിന്റെ വെച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അതായത് ഡി പി ബൈ ഡി വി ഇതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ നോക്കാം, ഐസോതെർമലിനെ സംബന്ധിച്ചാണെങ്കിൽ അവിടെ നിങ്ങൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, ഡി പി ബൈ ഡി വി കാണുമ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കുക, മൈനസ് പി ബൈ വി ആണ് വരിക. ഓക്കെ, അതുപോലെ ഇത് ഐസോതെർമലിനെ സംബന്ധിച്ച്. ഇനി അഡിയബാറ്റിക്കിനെ സംബന്ധിച്ച് അവിടുത്തെ സ്ലോപ്പ് വരിക ഡി പി ബൈ ഡി വി. നിങ്ങൾ പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ് വെച്ചുകൊണ്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ എന്ത് ചെയ്യുക? ഈ ഡി പി ബൈ ഡി വി ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ അഡിയബാറ്റിക്കിനെ സംബന്ധിച്ച് കിട്ടുന്ന എന്താണ്? ഇക്വേഷൻ മൈനസ് ഗാമ പി ബൈ വി ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട എന്താ? അതിന്റെ റേഷ്യോ ആണ് അഡിയബാറ്റിക്കിന്റെ സ്ലോപ്പ് ബൈ ഐസോതെർമലിന്റെ സ്ലോപ്പ് അല്ലേ? അപ്പൊ അതെന്താ വരും? ഇവിടെ രണ്ടിടത്തും മൈനസ് കാമൺ മൈനസ് ഉണ്ട്, വെട്ടിപ്പോയി. ഇവിടെ പി ബൈ വി ഉണ്ട്, ഇവിടെയും പി ബൈ വി ഉണ്ട്. റിമൈനിങ് എന്താ ഉള്ളത്? ഗാമയാണ് ഉള്ളത്. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ കിട്ടിയ എന്താ? റേഷ്യോ ഓഫ് സ്ലോപ്പ് ഓഫ് അഡിയബാറ്റിക് പി വി കർവ് ടു ഐസോതെർമൽ പി വി കർവ് എന്താണ് വരിക? അത് ഗാമയാണ്. ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി വി ആണ്. അഡിയബാറ്റിക് ഇൻഡെക്സ് എന്നൊക്കെ പറയും. അപ്പൊ ആൻസർ മനസ്സിലായല്ലോ? അപ്പൊ ഈ എന്തായാലും ഇത് ഡയറക്റ്റ് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. അടുത്ത് നോക്കൂ, വിച്ച് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിഫറൻഷിയേറ്റ് ഹീറ്റ് ആൻഡ് ഇന്റേണൽ എനർജി? അപ്പം ഇന്റേണൽ എനർജിയും ഹീറ്റ് തമ്മിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ചോദ്യം നോക്കാം. എ പറയുന്നത് എന്താ? ഹീറ്റ് ഈസ് എ സ്റ്റേറ്റ് വേരിയബിൾ, ഇന്റേണൽ എനർജി ഈസ് നോട്ട്. അങ്ങനെയാണോ? നമുക്കറിയുന്ന കാര്യല്ലേ, ഹീറ്റ് എന്താ? ഹീറ്റ് അതുപോലെ ഹീറ്റും വർക്കൊക്കെ എന്താണ്? അതൊരു പാത്ത് ഫംഗ്ഷൻ അല്ലേ? പാത്ത് വേരിയബിൾ അല്ലേ? ആണ്. ഇന്റേണൽ എനർജി എന്താ? ഇന്റേണൽ എനർജി ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. മനസ്സിലായോ? ഇന്റേണൽ എനർജി, പ്രഷർ, അതുപോലെ എൻട്രോപ്പി, എൻതാൽപ്പി, ഇതൊക്കെ എന്താണ്? അതെല്ലാം സ്റ്റേറ്റ് വേരിയബിൾ ആണ്. കാരണം നമുക്ക് സിമ്പിളായി പറയാൻ പറ്റും. കാരണം പാത്ത് വേരിയബിൾസ് ഉണ്ട്, ആ പാത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നതാണല്ലോ പാത്ത് വേരിയബിൾസ്. അപ്പൊ പാത്ത് ഫംഗ്ഷൻ പറയാം, ഏതൊക്കെ എക്സാമ്പിൾ പറയാം? ഹീറ്റും അതുപോലെ വർക്കും. ഇതല്ലാത്ത ബാക്കി മിക്കതും എന്താണ്? ഇതൊക്കെല്ലാം സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. അതായത് നമ്മുടെ യു, പിന്നെ നമുക്ക് പറയാം എന്താ പറയാ, എൻട്രോപ്പി, എൻതാൽപ്പി, ഇതൊക്കെ നമുക്ക് എന്താ? അതിന്റെ ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലേ? അപ്പം തെറ്റാണ്. ഇനി ബി നോക്കൂ, എനർജി ഈസ് എനർജി ഇൻ ട്രാൻസിറ്റ്, ഹീറ്റ് ഈസ് സ്റ്റോർഡ് എനർജി ഓഫ് സിസ്റ്റം. അത് തെറ്റല്ല, തിരിച്ചല്ലേ വരിക ഇവിടെ തിരിച്ച്. അതായത് ഹീറ്റ് എനർജി ആണെന്ത്? എനർജി ഇൻ ട്രാൻസിറ്റ്. ഹീറ്റ് അതുപോലെ ഇന്റേണൽ എനർജി ആണെന്ത്? സ്റ്റോർഡ് എനർജി ഓഫ് സിസ്റ്റത്തിന്റെ സ്റ്റോർഡ് എനർജിയാണ് അവിടെ വരേണ്ടത്, ഇന്റേണൽ എനർജി. പക്ഷെ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി സി നോക്കൂ, ഹീറ്റ് ഈസ് ദ സം ഓഫ് മോളിക്കുലാർ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജീസ്, ഇന്റേണൽ എനർജി ഈസ് ഇൻ എനർജി ട്രാൻസ്ഫർ ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇവിടെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും വരേണ്ടിരുന്ന എന്താണ്? ഇന്റേണൽ എനർജിയാണ് സം ഓഫ് മോളിക്കുലാർ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി വരേണ്ടത്. ഹീറ്റ് എനർജി ഈസ് ദ എനർജി ട്രാൻസ്ഫർ ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പൊ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്?
ഓപ്ഷൻ ഡി ആണ്. ഇന്റേണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് വേരിയബിൾ, അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഹീറ്റ് എനർജി ഈസ് ഇറ്റ് ഈസ് എനർജി ഇൻ ട്രാൻസിറ്റ്, അതും കറക്റ്റ് ആണ്. നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ദ സിസ്റ്റം. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി അപ്പൊ ഇത്രയൊക്കെയാണ് PSC എക്സാമിലെ ചോദ്യങ്ങള്. നിങ്ങളിപ്പോ ഒരു ഇതിന്റെ ഒരു മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ പ്രോബ്ലംസ് ഇതിൽ നിന്ന് തെർമോഡൈനാമിക്സിൽ നിന്ന് പ്രോബ്ലം എക്സാം ചോദിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ കൺസെപ്റ്റ് അറിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ എന്തായാലും കറക്റ്റ് ആയിട്ട് നോക്കുക. നമുക്ക് ഏതായാലും ഒരു 10 നീറ്റ് എക്സാമിന് ചോദ്യം കൂടെ നോക്കാം. നോക്കൂ, എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൺ ത്രൂ ദ സൈക്കിൾ ABCD. ഓക്കെ, തെർമോഡൈനാമിക് സിസ്റ്റം വന്നിട്ടുണ്ട്. ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് അലോങ് ദ പാത്ത് BC എന്നുള്ള പാത്തിലെ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കൂ, BC ഇവിടെ വോളിയം അല്ലേ? BC എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ സംഭവം? ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്, അതായത് ഐസോകോറിക് അല്ലേ? ഐസോകോറിക് പറയുമ്പം അവിടെ എന്താണ്? ΔV 0 അല്ലേ? അവിടെ പ്രത്യേകിച്ച് ചേഞ്ച് ഉണ്ടോ? ഇല്ല. നമുക്കറിയാം ഐസോകോറിക്കിനെ സംബന്ധിച്ച് ഇവിടെ വർക്ക് ഡൺ എന്താണ് വരിക? ഐസോകോറിക്കിലെ വർക്ക് ഡൺ 0 ആണ് അല്ലേ? നമ്മൾ W=P∆V എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ്? ΔV 0 ആയതുകൊണ്ട് തന്നെ എന്താണ്? വർക്ക് ഡൺ ഇൻ ഐസോകോറിക് പ്രോസസ് =0 ആണ്. ഇത് അറിയുന്നുണ്ട്, ആ കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ഓപ്ഷൻ എ ആണ് വരിക, 0. അടുത്ത് നോക്കൂ, ഫോർ ആൻ അഡിയബാറ്റിക് പ്രോസസ് ദ ഫാക്ടർ വിച്ച് റിമെയിൻ കോൺസ്റ്റന്റ് ഈസ്. അപ്പൊ ഇവിടെ ഏത് ഫാക്ടറാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് നോക്കാം. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? അഡിയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ PV⁻γ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഇതിൽ ഏത് വരും നോക്കാം. ആദ്യം അതിനു വേണ്ടി നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ യൂസ് ചെയ്യാം. PV = nRT ആണല്ലോ. ഇതില് V പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? വിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു നോക്കൂ. V = nRT/P ആണ്, ആണല്ലോ. അപ്പൊ ഇതില് നമ്മളിപ്പോ V⁻γ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് അറിയുന്നത് PV⁻γ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതേപോലെ നോക്കാം. അപ്പൊ V⁻γ എന്ന് പറഞ്ഞാൽ ഇതേ റേസ് ഗാമ എന്ന് വരും. ഇവിടെ N ഉം R ഒക്കെ എന്താണ്? ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വേരിയബിൾ ആയിട്ട് വരിക ആരാ? T-യും P-യും ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ V⁻γ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് T⁻γ/P⁻γ അല്ലേ? അപ്പൊ അത് നമ്മുടെ PV⁻γ ഇട്ട് കൊടുത്താൽ എന്ത് വരും? വിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? T⁻γ/P⁻γ. പിന്നെ N കോൺസ്റ്റന്റ് ആയതുകൊണ്ട് മൊത്തത്തിൽ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് = ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? P ഇവിടെ 1 ഉണ്ട്, ഇവിടെ -γ ഉണ്ട്. അപ്പം P⁻1 - പിന്നെ T⁻γ ഇതാണ് വരിക. ഇതെന്തായിരിക്കും? ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇത് വരുന്നത് ഏതാണ്? ഇത് വരുന്നത് ഒരേ ആളേ ഉള്ളൂ, ഓപ്ഷൻ ഡി. കണ്ടോ? അപ്പൊ ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്, ഓർത്ത് വെക്കുക. അഡിയബാറ്റിക്കിന്റെ 2 ഇക്വേഷൻ അപ്പൊ കിട്ടി. ഒന്ന് PV⁻γ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ P⁻1 - T⁻γ ഒരു കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ PV = nRT വെച്ചിട്ട് അതിൽ P-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? P-ക്ക് നിങ്ങൾ nRT/V എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, ആ സമയത്ത് എന്താണ് വരിക? നമ്മളൊന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ? PV⁻γ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മള് ഗ്യാസ് ലോ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ പ്രകാരം P-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? nRT/V, അത് V⁻γ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ NR എന്തായാലും കോൺസ്റ്റന്റ് ആണ്, നമ്മൾ അവിടെ മൈൻഡ് ചെയ്യണ്ട. ബാക്കി റിമൈനിങ് ആയിട്ട് വരുന്നത് എന്താ? T അവിടെ ഉണ്ട്, പിന്നെ V⁻γ ഉണ്ട്, അടിയിൽ V ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? V⁻γ - 1.
ഇതെന്താണ്? ഇതൊരു കോൺസ്റ്റന്റ് ആയിട്ടാണ് വരിക. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചു വെക്കുക. അപ്പൊ 3 ഇക്വേഷൻ കിട്ടി. അടുത്ത് ചെയ്യാം. Which among the following options is the correct relation between change in enthalpy and change in internal energy? അപ്പൊ ഇവിടെ ഡെൽറ്റ എച്ചും ഡെൽറ്റ യൊക്കെ വരുന്ന കറക്റ്റ് ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതാണ്? അത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഓക്കെ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ചേഞ്ച്, ഡെൽറ്റ യു ഇന്റേണൽ എനർജി ചേഞ്ച് പ്ലസ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ടി ടെമ്പറേച്ചർ ആണ്. എൻ ജി എന്നുള്ളത് എന്താ? ഇവിടെ ഗ്യാസിന്റെ കേസിലാണ് അവിടുത്തെ നമ്പർ ഓഫ് മോൾസ് വരിക. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത നോക്കൂ. എ കാർനോട്ട് എഞ്ചിൻ ഹാസ് ആൻ എഫിഷ്യൻസി ഓഫ് 50% when its source is at a temperature 327 degree Celsius. The temperature of the sink is, നമുക്ക് ഇവിടെ സോഴ്സിന് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 327 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കേണ്ടത് 327 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റണം. അപ്പൊ എത്ര വരും? 223 കൂട്ടുക. അപ്പം 600 കെൽവിനാണ് നമ്മുടെ സോഴ്സിന്റെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ T1 കിട്ടി. T1 600 കെൽവിനാണ്. നമുക്ക് വേണ്ട എന്താ? T2 ആണ്, അല്ലെങ്കിൽ സിങ്കിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര കെൽവിനാണ് കണ്ടുപിടിക്കണം. അതേപോലെ തന്നിട്ടുണ്ട് എന്താ? ഹീറ്റ് തന്നിട്ടുണ്ട്. എഫിഷ്യൻസി 50% തന്നിട്ടുണ്ട്. 50% പറഞ്ഞാൽ 1/2 അല്ലേ? നമുക്കറിയുന്ന ഇക്വേഷൻ എന്താ? ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2/T1 അല്ലേ? ഇതെന്താണ്? ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടി 1/2 ആണ്. അപ്പൊ 1 മൈനസ് അപ്പൊ T2/T1ന്റെ വാല്യൂ എന്താ? അത് 50% അല്ലേ? അപ്പൊ അവിടെ 1/2 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റേഷ്യോ എത്ര വരണം? നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് നോക്കൂ. റേറ്റ് 1/2 കിട്ടണമെങ്കിൽ ഈ T2/T1 എത്ര വരണം? അത് 1/2 വരണ്ടേ? അപ്പൊ T2/T1 എപ്പോഴാ 1/2 വരാം? നമുക്കറിയാം T2 അറിയില്ല, പക്ഷെ T1 600 കെൽവിനാണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത് 1/2 ആണ് കിട്ടേണ്ടത്. ഇത് 1/2 വരണമെന്നുണ്ടെങ്കിൽ ഈ T2 എത്ര വരണം? T2 300 വന്നാലല്ലേ കറക്റ്റ് ആവുള്ളൂ അല്ലേ? അപ്പൊ T2 300 കെൽവിനാണ് വരിക. അതായത് സിങ്കിന്റെ ടെമ്പറേച്ചർ TS എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 കെൽവിനാണ്. അത് ഈ 300 നമുക്ക് ഇവിടെ കെൽവിനല്ല തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇതിനെ വീണ്ടും എന്തായി മാറ്റണം? സെൽഷ്യസിലേക്ക് മാറ്റണം. അപ്പൊ 300 കെൽവിൻ എന്ന് പറഞ്ഞാൽ 223 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 27 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ആൻസർ. ഇനി കെൽവിനാണ് വന്നതെങ്കിൽ 300 കെൽവിനാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2/T1. ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പൊ മെത്തേഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി. സിമ്പിൾ ആണ്. അടുത്ത നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് PV കർവ് റെപ്രസെന്റ് മാക്സിമം വർക്ക് ഡൺ? അപ്പൊ താഴെ നമുക്ക് PV കർവ് തന്നിട്ടുണ്ട്, പല ടൈപ്പ്. അപ്പൊ ഇതിൽ നിന്ന് മാക്സിമം വർക്ക് ഡൺ ഏതിലാണെന്ന് ചോദ്യം. നമുക്കറിയാം ഒരു PV കർവ് തന്നു കഴിഞ്ഞാൽ ആ കർവിന്റെ അണ്ടറിലെ ഏരിയ ഏതിലാണോ കൂടുതൽ അതിനായിരിക്കും മാക്സിമം വർക്ക് ഉണ്ടാവുക അല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, ഇതിൽ ഏതിലാണ് ഏരിയ കൂടുതൽ? നോക്കൂ, ഇതിലേതിലാ? ഈ 4 ഓപ്ഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻ ബി അല്ലേ? ഇതിലല്ലേ കൂടുതൽ ഏരിയ? PV ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ ആണിത് വർക്ക് ഡൺ. സോ ഇവിടെ വർക്ക് ഡൺ കൂടുതൽ ആർക്കാണ്? ഇവിടെ കൂടുതൽ ഏരിയ വരുന്നത് ഓപ്ഷൻ ബിക്കാണ്. സോ ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കൂ. 1 mole of an ideal gas at 300 Kelvin is expanded isothermally from 1 liter to 10 liter volume. Delta U for this process is. നിങ്ങൾ ഈ ചോദ്യം കറക്റ്റ് നോക്കൂ. ഈ ചോദ്യം തന്നെയല്ലേ നമ്മൾ ഫസ്റ്റ് ചെയ്ത ചോദ്യം? 2022 നീറ്റിന്റെ ചോദ്യമാണ്, 2025 HSAന്റെ ചോദ്യം. നോക്കുക, ഇതിന്റെ നേരെ മലയാളമല്ല അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? ഇവിടെ നോക്കാണ്ടോ? 1 mole of an ideal gas at 300 Kelvin is expanded isothermally.
ഐസോതെർമൽ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് ചോദിച്ചത് എന്താ, ഡെൽറ്റ യു ആണ് ചോദിച്ചത്. നമുക്കറിയാം ഐസോതെർമൽ ആണെങ്കിൽ അവിടെ എന്താ ടി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡെൽറ്റ യു എന്താണ് വരിക, പ്രത്യേകിച്ച് ചേഞ്ച് ഉണ്ടോ, ഇല്ലല്ലോ. ഇന്റേണൽ എനർജി അതിന്റെ ചേഞ്ച് 0 ആണ്. ഡെൽറ്റ യു 0 ആണ് വരിക, അല്ലേ. ഇത് ബേസിക് ആണ്. അപ്പൊ ഈ സെയിം ചോദ്യം തന്നെയാണ് നമുക്ക് HSAക്ക് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കോളൂ ഇതേ ചോദ്യം. ഉണ്ടോ ഈ ചോദ്യം ഇല്ലേ, താപനിലയിൽ വ്യത്യാസം വരുത്താതെ ഒരു മോൾ ആദർശവാതകത്തിന്റെ ഐഡിയൽ ഗ്യാസിന്റെ വ്യാപ്തത്തെ ലിറ്ററിൽ നിന്നും 10 ലിറ്ററായി വികസിപ്പിച്ചാൽ ഉണ്ടാവുന്ന ഇന്റേണൽ എനർജിയുടെ അളവ് കണ്ടോ. അപ്പൊ ഇതേ ചോദ്യമാണ് കണ്ടത് 2025 HSAന്റെ ചോദ്യമാണ്. എന്ത് ഇപ്പൊ നീറ്റിന്റെ എക്സാമിന് കണ്ടോ, അത് നോക്കുന്നത് നല്ലതാണ്. ഇതേപോലെ പലതും റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്, 0. കിട്ടിയില്ലേ. അടുത്ത് നോക്കൂ. Which one among the following is the correct option for right relationship between Cp and Cv for 1 mole of ideal gas? Cp യും Cv തമ്മിലുള്ള റിലേഷൻ ഇതിന്റെ മുമ്പ് PSC ചോദിച്ചു. എന്താണ് വരിക, നമുക്കറിയാം മേയേഴ്സ് റിലേഷനിലെ വരിക Cp - Cv = R. ഇതിൽ നിന്ന് കിട്ടുന്ന എന്താ, അതായത് നമുക്കറിയാം മറ്റേ കോൺസ്റ്റന്റ് പ്രഷറിലാണ് എന്ത് Cp കോൺസ്റ്റന്റ് വോളിയത്തിലെ സീനേക്കാൾ അല്ലെങ്കിൽ കപ്പാസിറ്റിനേക്കാൾ കൂടുതലാണ്, അല്ലെങ്കിൽ Cp > Cv ആണ് വരിക. അതാണ് മേയേഴ്സ് റിലേഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Cp - Cv = R. അടുത്ത നോക്കൂ. ഇൻ വിച്ച് കേസ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഈസ് നെഗറ്റീവ്? ഇവിടെ എൻട്രോപ്പി നെഗറ്റീവ് വരുന്നത് എപ്പോഴാണ് നോക്കാം. സബ്ലിമേഷൻ ഓഫ് സോളിഡ് ടു ഗ്യാസ്. സബ്ലിമേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കാം, സോളിഡ് ഗ്യാസ് ആയിട്ട് മാറല്ലേ. അപ്പൊ സോളിഡ് നേരെ ഗ്യാസ് ആയിട്ട് മാറാണ്, അതാണ് സബ്ലിമേഷൻ. അപ്പൊ ഇവിടെ സോളിഡിന്റെ കേസിൽ എന്താണ്, എൻട്രോപ്പി ഇവിടെ കുറവാണ് വരിക, അല്ലേ. ഗ്യാസ് ആയി മാറുന്ന സമയത്ത് എൻട്രോപ്പി കൂടും. അതായത് ഇവിടെ എന്താണ്, എൻട്രോപ്പി പോസിറ്റീവ് അല്ലേ. ഫസ്റ്റ് കേസിൽ എൻട്രോപ്പി ചേഞ്ച് എന്താണ്, പോസിറ്റീവ് ആണ്. നമുക്കിവിടെ നെഗറ്റീവ് ആണ് വേണ്ടത്. ഇനി ഇവിടെ നോക്കൂ, 2H ഗ്യാസ് എന്തായി മാറി, H2 ആയിട്ട് കമ്പൈൻ ചെയ്തു. പറയൂ എന്ത് വരും. ഇവിടെ നമുക്കറിയാം ഇതിൽ ഏതാണ്, ഇവിടെ ഇതല്ലേ ഏറ്റവും സ്റ്റേബിൾ ആയ സ്റ്റേറ്റ്, അല്ലേ. H2 മോളിക്കൂൾ അങ്ങനെ എന്ത് ഡയാറ്റമായി നിൽക്കാനല്ല, അത് ഹൈഡ്രജന് ഏറ്റവും അല്ലെങ്കിൽ സ്റ്റേബിൾ ആയി നിൽക്കുക, അല്ലേ. അപ്പൊ ഇവിടെ എന്താ, H2 ഗ്യാസ് ആണ് സമയത്ത് ഇവിടെ എന്താണ്, എൻട്രോപ്പി കുറയാണ് ചെയ്യുക. ഇവിടെ സെപ്പറേറ്റ് ആയി നിൽക്കുമ്പോൾ രണ്ടെണ്ണം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന സമയത്ത്, രണ്ട് ഹൈഡ്രജൻ സെപ്പറേറ്റ് ആയി നിൽക്കുന്ന സമയത്ത് എന്താ, ഇവിടെ ഡിസോർഡർ കൂടുകയാണ് ചെയ്യുക, എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുക, അല്ലേ. അപ്പൊ ഇവിടെ നോക്കി ഈ പ്രോസസ്സിൽ എന്താ, രണ്ട് H കൂടിച്ചേർന്ന് എന്തായി മാറി, H2 ആയിട്ട് മാറി. അപ്പൊ ഈ കേസിൽ എന്താണ് സംഭവിച്ചത്, എൻട്രോപ്പി കുറഞ്ഞു. എൻട്രോപ്പി കുറഞ്ഞു മീൻസ് എന്താണ്, ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് എന്തായാലും സിയും ഡി നോക്കാം. ഇവാപറേഷൻ ഓഫ് വാട്ടർ. വാട്ടർ ഇവാപറേറ്റ് ചെയ്യുമ്പോൾ എൻട്രോപ്പി സംഭവിക്കുക, ഇവാപറേഷൻ പറഞ്ഞാൽ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക, അല്ലേ. അപ്പൊ ലിക്വിഡിന് എന്താണ്, എൻട്രോപ്പി കൂടുതലാണ്, കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, എൻട്രോപ്പി കുറവാണ്. ഗ്യാസിനെ സംബന്ധിച്ച് എന്താ, ഗ്യാസിന് എൻട്രോപ്പി കൂടുതലാണ്. അപ്പൊ ഇവിടെ എന്താ, ഈ കേസിൽ ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അടുത്ത് നോക്കൂ, എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് അറ്റ് ടെമ്പറേച്ചർ. അപ്പൊ ഒരു ഗ്യാസിന്റെ എക്സ്പാൻഷൻ നടക്കുക, സ്വാഭാവികമായിട്ടും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ കുറഞ്ഞ വോളിയം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വോളിയം കൂടിയില്ലേ, സ്വാഭാവികമായിട്ടും എന്താ, ഈ കേസിൽ എന്താ, എൻട്രോപ്പി കൂടുതലാണ്. അതായത് ഇവിടെ എന്താ, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ എൻട്രോപ്പി അല്ലെങ്കിൽ ഡെൽറ്റ എസ് നെഗറ്റീവ് ആയിട്ടുള്ള ഏതാണ്, ഓപ്ഷൻ ബി ആണ്. അടുത്ത് നോക്കൂ,
for a sample of perfect gas when its pressure is changed isothermally from Pi to Pf. The entropy change is given by, അത് ഡയറക്റ്റ് ചോദ്യമാണ്. നമുക്ക് ഡെൽറ്റ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഐസോതെർമലിന്റെ കേസാണ്. ഐസോതെർമലിന്റെ കേസിൽ ഇവിടെ എന്താണ്, പിന്റെ ടേംസിലാണ്. പി ഐയിൽ നിന്ന് പി എഫിലേക്ക് മാറുന്ന സമയത്ത് ഇവിടെ ഉണ്ടായ ഡെൽറ്റ എൻട്രോപ്പി ചേഞ്ച് ആണ് ചോദിച്ചത്. അതിന്റെ ഇക്വേഷൻ എന്താ? ഇവിടെ ഈ കേസിൽ വരുമ്പോൾ ഇവിടെ ഐസോതെർമൽ അല്ലേ, ഐസോതെർമൽ ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ എന്താ, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോ ഡെൽറ്റ എസ് ഏതന്നെ വരുള്ളൂ, ഡെൽറ്റ എസ് ഈക്വൽ ടു എൻ ആർ ലോഗ് പി ഐ മൈനസ് പി എഫ് ആണ് വരിക. ഇത് നോട്ട് ചെയ്ത് നോക്കുക. ഇവിടെ എന്താ, ഐസോതെർമലിന്റെ കേസിൽ എൻട്രോപ്പി ചേഞ്ച് എന്താണ്, ഡെൽറ്റ എസ് ഈക്വൽ ടു എൻ ആർ ലോഗ് പി ഐ ബൈ പി എഫ്. ഇവിടെ എൻ എന്നുള്ള നമ്പർ ഓഫ് മോൾസ്, ആർ എന്നുള്ളത് നമ്മുടെ ഗ്യാസ് കോൺസ്റ്റന്റ്, ദെൻ പി ഐ എന്നുള്ളത് എന്താ, ഇനീഷ്യൽ പ്രഷർ, പി എഫ് ഫൈനൽ പ്രഷർ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ശരിക്ക് ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് ഇക്വേഷൻ എന്താണ് വരേണ്ടിയിരുന്നത് നോക്കൂ. അതായത് അവിടെ ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ ഉണ്ട് എങ്കിൽ ഡെൽറ്റ എസ് ഈക്വൽ ടു എൻ സി പി ലോഗ് ടി എഫ് ബൈ ടി ഐ പ്ലസ് എൻ ആർ ലോഗ് പി ഐ ബൈ പി എഫ് ആണ്. പക്ഷെ ഈ കേസിൽ എന്താ, ഈ കേസിൽ ഇവിടെ തന്നിട്ടുണ്ട് എന്താ, ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് ഈ ടേം 0 ആയി പോകും അല്ലെ. ഇവിടെ ടി ഐയും ടി എഫും സെയിം ആണല്ലോ, അപ്പൊ ലോഗ് 1 വരും, ലോഗ് 1 0 ആണ്. സോ ഈ ടേം ഫസ്റ്റ് ടേം 0 ആയി പോകും. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്, എൻ ആർ ലോഗ് പി ഐ ബൈ പി എഫ് എന്ന് കിട്ടിയത്. ഇത് ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഡെൽറ്റ എസ് ഈക്വൽ ടു എൻ സി പി ലോഗ് ടി എഫ് ബൈ ടി ഐ പ്ലസ് എൻ ആർ ലോഗ് പി ഐ ബൈ പി എഫ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഐസോബാറിന്റെ കേസിൽ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ എന്താ, ഈ ടേം 0 ആയി പോകും. ഓക്കെ, പി ഐ ബി പി എഫ് 1 ആയി മാറും. അപ്പൊ ലോഗ് 1 0 ആണല്ലോ, അപ്പൊ ഈ ടേം 0 ആയി പോകും. അപ്പൊ ആ കേസിൽ നിങ്ങളോട് എന്ത് ഇക്വേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഡെൽറ്റ എസ് ഈക്വൽ ടു എൻ സി പി ലോഗ് ടി എഫ് ബൈ ടി എന്നൊക്കെ ആണെങ്കിൽ എഴുതാം. എന്തായാലും ഇവിടെ ചോദിച്ചത് എന്താണ്, ഐസോതെർമൽ പ്രോസസ് ആണ്. ഐസോതെർമൽ പ്രോസസ് സംബന്ധിച്ച് ഡെൽറ്റ എസ് ഈക്വൽ ടു എന്താണ്, എൻ ആർ ലോഗ് പി ഐ ബൈ പി എഫ്. അപ്പൊ ഇക്വേഷന് ഇതിലുള്ളത് എന്തായാലും പഠിക്കുക. നിങ്ങൾ ഡെറിവേഷൻ ഒന്നും പഠിക്കണ്ട, ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. കാരണം പലവട്ടം പലപ്പോൾ നമ്മളിപ്പോ തന്നെ ചെയ്തപ്പോൾ എന്ത് റിപ്പീറ്റ് ചെയ്ത് ഇക്വേഷൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെ ലാസ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫോർ ദ സ്പോണ്ടേനിയസ് അഡ്സോർപ്ഷൻ ഓഫ് എ ഗ്യാസ്. അപ്പോൾ അഡ്സോർപ്ഷൻ ഓഫ് എ ഗ്യാസ് നടക്കുന്ന സമയം അത് സ്പോണ്ടേനിയസ്ലി നടക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. നമുക്കറിയാം, ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എന്താ പറയുക, ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ ജി എന്തായി മാറണം, ഡെൽറ്റ ജി ലെസ് ദാൻ 0 ആയാൽ മാത്രമേ, നെഗറ്റീവ് ആയാൽ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ, അത് സ്പോണ്ടേനിയസ് ആയിട്ട് മാറുള്ളൂ അല്ലേ. അപ്പൊ നമുക്കറിയാം ഡെൽറ്റ ജിയും ഡെൽറ്റ എച്ചും ഡെൽറ്റ എസ് ഒക്കെ തമ്മിലുള്ള ഇക്വേഷൻ എന്താ, പറയൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ. ഇതാണ് ഗിബ്സ് ഫ്രീ എനർജി, അതുപോലെ എൻതാൽപ്പി, എൻട്രോപ്പി, ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻ. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോ ഇനി നോക്കൂ, ഇവിടെ അഡ്സോർപ്ഷൻ അല്ലേ, അഡ്സോർപ്ഷൻ ഓഫ് ഗ്യാസ് നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, ഡെൽറ്റ എസ് അല്ലെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് എന്താ, നെഗറ്റീവ് ആണ് വരിക അല്ലേ. അതായത് അഡ്സോർപ്ഷൻ നടക്കാൻ, ഗ്യാസിന് അഡ്സോർപ്ഷൻ നടക്കാൻ പറഞ്ഞാൽ എന്താ, അവിടെ അത് ഓർഡർ ആയിട്ട് മാറുകയാണ് ചെയ്യുക അല്ലേ. അതായത് ഇവിടെ എൻട്രോപ്പി കുറയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ് വരിക. മനസ്സിലായല്ലോ. അപ്പൊ ഈ ടേം, ഈ ഇക്വേഷന് നോക്കുക, ഈ ടേം ഇത് എന്തായി മാറി, ഇത് നെഗറ്റീവ് ആയിട്ട് മാറി. അപ്പൊ ഇത് നെഗറ്റീവ് ആകുമ്പോൾ ഈ ടേം മൊത്തത്തിൽ എന്തായി മാറും, നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആയിട്ട് മാറും. നമുക്ക് വേണ്ട എന്താ, സ്പോണ്ടേനിയസ് പ്രോസസ് വേണ്ടത്. അപ്പൊ ഈ ഡെൽറ്റ ജി എന്തായി മാറണം, നെഗറ്റീവ് ആയിട്ട് മാറണം. ഡെൽറ്റ ജി നെഗറ്റീവ് ആയി മാറുന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഇത് പോസിറ്റീവ് ആയിട്ട് മാറി. അപ്പൊ ഇയാൾ എന്തിനു മാറണം, ഡെൽറ്റ എച്ച് നെഗറ്റീവായി മാറണ്ടേ. നെഗറ്റീവായി മാറാൻ മാത്രമല്ല, ഡെൽറ്റ എച്ച് എന്തായി മാറണം, വളരെ വലിയ വാല്യൂ ആയിട്ട് മാറണം. ഇതിനേക്കാൾ വലുതായി മാറിയാലേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താണ് വരിക,
ഡെൽറ്റ ജി നെഗറ്റീവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെൽറ്റ ജി ഇവിടെ സ്പോണ്ടേനിയസ് പ്രോസസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് ഷുഡ് ബി എന്തായി മാറണം? ഹൈലി നെഗറ്റീവായിട്ട് മാറണം. ഓക്കെ, ഇത് ഹൈലി നെഗറ്റീവായിട്ട് മാറിയാലേ ഇതെന്തായി മാറുള്ളൂ? സ്പോണ്ടേനിയസ് ആയിട്ട് മാറുള്ളൂ. മനസ്സിലായോ? കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ സപ്പോസ് റാൻഡം വാല്യൂ, ഇപ്പൊ ഇവിടെ ഡെൽറ്റ എച്ച് നിങ്ങൾ 100 എന്ന് എടുത്തോളൂ. ഡെൽറ്റ എച്ച് 100ആണ്. ഇവിടെ എന്താ പറയാ, ഡെൽറ്റ ഈ ടി ഡെൽറ്റ എസിന്റെ വാല്യൂ ഇപ്പൊ എന്താ പറയാ, അതിന്റെ വാല്യൂ നിങ്ങൾക്ക് ഇപ്പൊ ഒരു 300 കിട്ടി വിചാരിച്ചോളൂ. സപ്പോസ് 300. അപ്പൊ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? 100 ഈ ടൈം മൈനസ് മൈനസ് പ്ലസ് ആയി മാറുമല്ലോ. അപ്പൊ 100 പ്ലസ് 300 400 വരിക അല്ലേ? ഇനിയിപ്പോ ഇവിടെ നോക്കുക, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോളൂ. മൈനസ് 100 ഇവിടെ പ്ലസ് 300 ആണ്. അപ്പൊ ഇവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് വന്നത് കൊണ്ട് മാത്രം ഡെൽറ്റ ജി പോസിറ്റീവ് ആവോ? ഇല്ലല്ലോ. ഇവിടെ നോക്കുക, ഇവിടെ ചെറിയ വാല്യൂ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഡെൽറ്റ ജി എത്ര 200 വന്നത്, പോസിറ്റീവ് വന്നത്. അപ്പൊ സ്പോണ്ടേനിയസ് ആണോ? അല്ല. അത് നമുക്ക് ഇവിടെ എന്താണ്, ഇതിനേക്കാൾ വലിയ, അതായത് ഡെൽറ്റ എച്ച് ടി ഡെൽറ്റ എസിനേക്കാൾ വലുത് വരണം, അതായത് നെഗറ്റീവ് വരണം. ഓക്കെ, അതായത് ഇതിപ്പോ ഒരു മൈനസ് 400 വന്നതെങ്കിൽ നമുക്ക് എന്താ കിട്ടും? ഇത് ഇൻഎഫക്ട് ചെയ്യുമ്പോൾ മൈനസ് 100 വരും ഇല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ, ഇത് സ്പോണ്ടേനിയസ് ആയി മാറണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് ഷുഡ് ബി ഹൈലി നെഗറ്റീവ്. അപ്പൊ അത് വരുന്ന ഓപ്ഷൻ ഏതാണ്? നോക്കൂ, എ എന്താ പറയുന്നത്? എ ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ് ആൻഡ് therefore ഡെൽറ്റ ഷുഡ് ബി ഹൈലി പോസിറ്റീവ്. അങ്ങനെ തെറ്റല്ലേ? അത് ഹൈലി പോസിറ്റീവായി മാറിയ ഡെൽറ്റ ജി എന്തേ മാറും? അത് വളരെ വലിയ പോസിറ്റീവായിട്ട് മാറും. അപ്പൊ അതല്ല, എ തെറ്റാണ്. ബി എന്താ പറയുന്നത്? ഡെൽറ്റ എസ് നെഗറ്റീവ് ആണ്, ശരിയാണ്. therefore ഡെൽറ്റ ഷുഡ് ബി ഹൈലി നെഗറ്റീവ്. അതല്ലേ വേണ്ടത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത്, സ്പോണ്ടേനിയസ് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ജി എല്ലായ്പ്പോഴും നെഗറ്റീവ് ആവണം. അപ്പൊ ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഡെൽറ്റ ജി എന്താണ്? ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അതില് എസും ഡെൽറ്റ എസും ഡെൽറ്റ എച്ചും തമ്മിൽ പല, അതായത് നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ ആയി മാറുന്നതനുസരിച്ച് അവിടെ എന്താണ്, ഈ ഡെൽറ്റ ജിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ് വന്നാൽ മാത്രമേ അത് സ്പോണ്ടേനിയസ് ആയിട്ട് മാറുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആ ഇക്വേഷൻ അറിഞ്ഞു വെച്ചാൽ അതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. അത് ഇത്രയൊക്കെ ഉള്ളൂ തെർമോഡൈനാമിക്സിന്റെ ചോദ്യങ്ങള്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഡൗട്ടുള്ള ഭാഗം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. അത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എന്തായാലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയ തന്നെയാണ്. പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പം എന്താ, കാർനോട്ട് എഞ്ചിൻ പഠിക്കുക. അതിലെ ആ എഫിഷ്യൻസി എന്തായാലും പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ അതുപോലെ വർക്ക് ഡണ്ണ്, പിന്നെ നമ്മൾ മേയേഴ്സ് തിയറം, പിന്നെ എൻട്രോപ്പിന്റെ ഇക്വേഷൻസ്, ഏതോ ഇപ്പൊ വർക്ക് ഡൺ തന്നെ പല ഇക്വേഷൻസ് ഉണ്ടല്ലോ. അപ്പം എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു നോക്കുക. പിന്നെ ഇന്റൻസീവ് എക്സ്റ്റൻസീവ് വേരിയബിൾസ്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക് വരും. സോ താങ്ക് യു.